അവിടെ പരാജിതരായിത്തീരുന്നു. ഇനി മറ്റൊരു ഉദാഹരണത്തിനുമായി ഗുരുവായൂരിലേക്കും ശബരിമലയിലേക്കും അജ്മീറിലേക്കും പെരുമ്പടപ്പിലേക്കും തീർത്ഥാടനം നടത്തുന്നവർ അവിടങ്ങളിലെ ബിംബങ്ങളിലും കബറുകളിലും അസാധാരണമായ ഒരു ശക്തി ദർശിക്കുന്നു. തന്മൂലം അവരുടെ യാത്ര ഇസ്ലാമിക ദൃഷ്ട്യാ ഗുരുതരമായ പാപമാണ്. ഹിന്ദു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് തെറ്റാണ്. ഇവിടെ മുസ്ലിമാർക്ക് ഹിന്ദു മതത്തെ കുറിച്ച് പറഞ്ഞു, ഫാദർ ക്രിസ്തു മതത്തെ കുറിച്ച് പറഞ്ഞതും പ്രവർത്തിച്ചതും തമ്മിൽ എന്തുകൊണ്ടോ എന്നുള്ള വേറെ കാര്യം. പക്ഷെ ആ രീതിയിൽ പറയാനെങ്കിലും ഇസ്ലാം മതം മാറേണ്ടിയിരിക്കുന്നു. അത് പറയാൻ ശ്രമിച്ചതിനാണ് ചേകനൂർ മൗലവിയെ കണക്കുകൾ കൊണ്ടേക്കുന്നത്. ചേകനൂർ മൗലവി എന്താ പറയുക, നിസ്കാരം 3 മതി എന്ന് പറഞ്ഞപ്പോൾ ഈ മുട്ട കൊണ്ട് ഏറും തക്കാളി കൊണ്ട് ഏറുമേ ആ പാവത്തിന് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹം അവസാനം പറഞ്ഞത് മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി എന്നാണ്. അത് പറയാൻ അദ്ദേഹം ഖുർആനിൽ നിന്ന് ഉദ്ധരിച്ചു. എന്താ ഉദ്ധരിച്ചത്? ജൂതനാവട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ, സാധുക്കളാവട്ടെ, സൽക്കർമ്മം ചെയ്യുന്നവൻ, ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവൻ, പരലോകത്തിൽ വിശ്വസിക്കുന്നവൻ അവൻ മോക്ഷം കിട്ടും, അവന് സ്വർഗം കിട്ടും, അവൻ ദുഃഖിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞ 2000 രൂപയുണ്ട്. ആ 2000 പുറഞ്ചാട്ടയും ഉദ്ധരിച്ചുകൊണ്ട് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് ചേകനൂർ മൗലവി അവസാനം പറയാൻ ശ്രമിച്ചത്. നാരായണഗുരു 100 കൊല്ലം മുമ്പ് പറഞ്ഞത് ഇപ്പൊ പറയാൻ അദ്ദേഹം ധൈര്യം കാണിച്ചു. അത് പറഞ്ഞ് ആ പുസ്തകം ചെറിയൊരു ലഘുലേഖ പ്രസിദ്ധീകരിച്ച് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെ കൊണ്ടുപോയി ശംഖ് തൊടാതെ നിസ്കാരത്തിന് കാണുന്നതിന്റെ അപകടത്തെ ഇത് ഖുർആനിൽ പറയുന്നതാണ്. എല്ലാവരും ഓതാറുണ്ട്. മുസ്ലിമാശരി അറബിയിൽ ഓതുന്നത് ഞാൻ എത്രയോ തവണ കേട്ടിട്ടുണ്ട്. ഇവിടെ എല്ലാ മുജാഹിദും സുന്നിയൊക്കെ ഓർമ്മയുണ്ട്. ആ ലായിക്കാന്റെ കൂടെ ഓതാവുന്ന ഒരായത്താണത്. ഞാൻ ഒരിക്കൽ തൊഴിലാളിയുടെ ഒരു നേതാവുമായി കണ്ണൂർ ജില്ലയിൽ സംവാദം നടത്തിയപ്പോൾ ഞാൻ ആ സുഹൃത്തിനോട് ചോദിച്ചു, നിങ്ങൾ ഇവിടെ മതേതരത്വത്തിന് വേണ്ടി ക്യാമ്പയിനും ജാഥയും നടത്തിയപ്പോൾ എന്തുകൊണ്ട് ഈ ആയത്ത് പൂഴ്ത്തി വെച്ചു പോയി? അന്നേരം ഉരുളി വെച്ച് അതിലതൊന്നല്ല പറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു ലായിക്കാഹിന്റെയും അതൊന്നല്ല പറഞ്ഞിരുന്നു. അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത ആയത്താണെന്ന് വേറെ ഉണ്ട്. അവരുടെ മനസ്സിന് ഏകാഗ്രത കിട്ടാൻ വേണ്ടി അത് ഈ മാർക്കറ്റിലൊന്നും കിട്ടാത്ത ഏകാഗ്രത ഒരു ക്ഷേത്രത്തിന്റെ ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ കിട്ടും. അതോടെ കാലിഗ്രാഫിയെ കുറിച്ച് ഫാദർ പറഞ്ഞല്ലോ, മുസ്ലിങ്ങൾ കാലിഗ്രാഫി ഉണ്ടാക്കാൻ കാരണം എന്തെങ്കിലും ഒരു വിഗ്രഹം എല്ലാവർക്കും വേണം. മുസ്ലിങ്ങൾക്ക് വിഗ്രഹകാരാണെന്നില്ല ആരാ പറഞ്ഞത്? ഞാൻ നിർത്താം. മുസ്ലിങ്ങൾ വിഗ്രഹാരാധകർ തന്നെയാണ്. മുസ്ലിങ്ങൾ എല്ലാ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും കായബയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അവിടെ പോയി കല്ലെടുത്തെറിയുന്നതിനാ, അവിടെ പോയി തവാഫ് ചെയ്യുന്നതിനാ. അതിനെന്റെ പഴനിയിലും ശബരിമലയിലും നടക്കുന്നുണ്ട്. തവാഫ് ചെയ്യുന്നതിനാ, അവിടെ പോയി തലമുട്ടയിരിക്കുന്നതിനാ, അവിടെ പോയി പാവം മൃഗങ്ങളെ വെടിയിറക്കുന്നതിനാ. ഈ മൃഗവെടിയൊക്കെ പ്രാകൃതമായ അനാചാരമാണ്. ലോകത്തെല്ലാ മതങ്ങളും മൃഗവെടി ഉപേക്ഷിച്ചു കഴിഞ്ഞു സ്വയം. അത് മോശമാണ്, മനുഷ്യത്വത്തിന് നിരക്കാത്തതാണെന്ന് പറഞ്ഞു. 2600 കൊല്ലം മുമ്പ് മുഹമ്മദ് നബി ജനിക്കുന്നതിന് 1200 കൊല്ലം മുമ്പ് ബുദ്ധൻ പറഞ്ഞു മൃഗവെടി ആടത്തമാണ്. മനസ്സിലാക്കണമെന്നില്ല. 1200 കൊല്ലം മുമ്പ് നബി ജനിക്കുന്നതിന്റെ ഇന്ത്യയിലെ ബുദ്ധൻ പറഞ്ഞു മൃഗവെടി, ദൈവത്തിന്റെ പേരിൽ നടക്കുന്ന മൃഗവെടി കാടത്തമാണ്. നിങ്ങളിവിടെ 15 ലക്ഷവും 10 ലക്ഷവും മൃഗങ്ങളെയാണ് അതിലുള്ള ദൈവങ്ങളെ കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഫാദർ കൊണ്ടുവന്ന് ഞാൻ നല്ല ദൈവങ്ങളെ ചെയ്യും. മൃഗവെടി നരവെടി ഒന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒട്ടകത്തിനകത്ത് മരുഭൂമി നോക്കി കളിയല്ല വേണ്ടത്. ആഫ്രിക്കയിലെ പട്ടിണിപ്പാവങ്ങൾക്ക് ഗോതമ്പ് വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ റൊട്ടി വാങ്ങിക്കൊടുക്കുക. ആ പൈസക്ക് 1000 കോടി രൂപയാണ് മൃഗബലി ഇനത്തിന് സൗദി അറേബ്യക്ക് ഒരു കൊല്ലം വരുമാനം. 1000 കോടി രൂപയാണ്. 25 ലക്ഷം ഹജ്ജാജികൾ വരുന്ന ഒരാൾ 4000 വെച്ച് കൊടുക്കുന്നു പറയുന്നത് പഴയ കണക്കാണ്. അങ്ങനെയാണെങ്കിൽ 1000 കോടി ഉറുപ്പികൾക്ക് വേണ്ടി 1000 കോടി ഉറുപ്പിക ചെലവഴിച്ച് ഈ മിണ്ടാപ്രാണികളായ മൃഗങ്ങളെ കഴുത്തറക്കുന്നതിന് പകരം, നശിപ്പിക്കുന്നതിന് പകരം ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങി സോമാലിയയിലെ പട്ടിണി കിടക്കുന്ന മുസ്ലിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. ആ രീതിയിൽ ഈ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കാലോചിതമായും മനുഷ്യത്വപരമായും പരിഷ്കരിക്കാനുള്ള യുക്തിബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. ആ യുക്തിബോധം നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുണ്ടാവണമെങ്കിൽ ഇതുപോലെ നമ്മൾ കാര്യങ്ങൾ തുറന്ന് ചർച്ച ചെയ്യാൻ കഴിയണം. നമ്മുടെയൊക്കെ മനസ്സിനെ നമ്മൾ വളരെയധികം ചുറ്റി വെച്ചിരിക്കുക. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ദൈവത്തിന് പുതിയ വ്യാഖ്യാനങ്ങൾ വരും. ദൈവത്തെക്കുറിച്ച് ഇമാം ഗസാലി പറഞ്ഞൊരു വാചകം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അവസാനം, മനുഷ്യൻ അവനെ പറ്റിയോ അവന്റെ ആത്മാവിനെ പറ്റിയോ ഉള്ള ജ്ഞാനത്തിൽ നിന്ന് ഈശ്വരനെ പറ്റി ഒന്നും അറിയുവാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രഭുത്വത്തെ അളക്കുവാനോ മറ്റൊന്നിനോട് ഉപമിക്കുവാനോ സാധ്യമല്ല എന്നാണ് സൂഫി വര്യനായിരുന്ന ഗസാലി പറഞ്ഞത്. സൂഫികൾ ഇസ്ലാമിനകത്തു നിന്നുകൊണ്ട് ദൈവത്തിന് കുറെ പുതിയ വ്യാഖ്യാനം നൽകാൻ ശ്രമിച്ചവരാണ്. നിർഭാഗ്യവശാൽ സൂഫിസം ഇന്ത്യയിലും കേരളത്തിലും വേരുപിടിച്ചു. ഇന്ത്യയിലും ഉത്തരേന്ത്യയിലും അതൊക്കെ ജാറങ്ങളായിട്ടുണ്ട്. ഈ സൂഫി ചിന്തകൾ, മിസ്റ്റിക് ചിന്തകളിൽ നിന്നാണ് കുറെ സ്വതന്ത്ര ചിന്ത വളർന്നത്. ആ സ്വതന്ത്ര ചിന്തക്ക് പോലും സ്ഥാനമില്ലാതെ കേരളത്തിലെ മതരംഗം കുറെ സംഘടനകൾ, കുറെ ഇടുങ്ങിയ സംഘടനകൾ കൈയടക്കുകയും മുസ്ലിം സമൂഹം ആ സംഘടനകൾ ചങ്ങലക്കുള്ളിൽ വിഴുങ്ങിക്കിടന്ന് ബുദ്ധി വരണിച്ച ഒരുതരം
അപരിഷ്കൃത സമൂഹമായി ഇവിടെ ജീവിക്കുകയും ചെയ്യും. അതിന്റെ തെളിവുകളാണ് നമ്മൾ ഈ നാട്ടിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ. ദൈവമില്ല എന്ന് ആർക്കും തെളിയിക്കാനൊന്നും പറ്റില്ല. കാരണം ഇല്ലാത്തതൊന്നും തെളിയിക്കാൻ പറ്റില്ല. ദൈവം ഉണ്ട് എന്ന് നിങ്ങൾ തെളിയിക്കാത്തടത്തോളം കാലം അതിന് പ്രസക്തിയുമില്ല. എത്തിയിസ്റ്റുകൾ, അതായത് നിരീശ്വരവാദികൾ എന്ന് പറയുന്ന വിഭാഗക്കാര് ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നതിന് അവർ പറയുന്ന ന്യായങ്ങൾ കാരണമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദൈവമില്ല എന്ന് തീർത്ഥപ്പെടുത്തിയത് ഈ ഖുർആൻ വായിച്ചതിന് ശേഷമാണ്. അതിന് ഏറ്റവും വലിയ തെളിവ് ഖുർആൻ പോലുള്ള ഒരു പുസ്തകത്തിന്റെ കർത്തൃത്വം ദൈവത്തിൽ ആരോപിക്കുക വഴി ദൈവത്തെ അപമാനിക്കുകയാണ് ചെയ്തത്. ആ അപമാനിച്ചവർക്കെതിരെ ദൈവം ഒരു പ്രതികരണവും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ്, ദൈവം ജീവിച്ചിരിക്കില്ല എന്നത് ഞാൻ കാണുന്ന ഏറ്റവും വലിയ. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം, ഖുർആൻ പോലെയുള്ള ദൈവത്തിന് അപമാനകരമായ ഒരു ഗ്രന്ഥം രചിക്കുകയും അതിന്റെ കർത്തൃത്വം ദൈവത്തിൽ ആരോപിക്കുകയും ചെയ്തവർക്കെതിരെ ദൈവം പ്രതികരിക്കുന്നില്ല എന്നതാണ് ദൈവം ജീവിച്ചിരിപ്പില്ല എന്നതിന്റെ തെളിവായിട്ട് ഞാൻ കാണുന്നു. മതങ്ങൾ തമ്മിൽ പരസ്പരം കഴുത്തറുത്തുകൊണ്ട് ഈ നിരന്തരമായ കലാപങ്ങൾ ലോകത്ത് നടക്കുമ്പോൾ മക്കളെ നിങ്ങൾ എനിക്ക് വേണ്ടി തർക്കിക്കേണ്ടതില്ല, ഞാൻ ഇന്നയാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം സ്വന്തം സൃഷ്ടികളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവരെ ഒരു ദൃഷ്ടാന്തം വഴി ബോധ്യപ്പെടുത്തുന്നില്ല എന്നതാണ് രണ്ടാമത്തെ തെളിവ്. പ്രകൃതിയിലെ ദൃഷ്ടാന്തങ്ങളാണ് മൂന്നാമത്തെ തെളിവ്. സ്രഷ്ടാവായ ദൈവം എന്ന ആശയത്തെ എത്തിസ്റ്റുകൾ എതിർക്കുന്നത് സൃഷ്ടിക്കണമെങ്കിൽ സാധനം ഇല്ലാണ്ടിട്ടാണ്. പ്രപഞ്ച പദാർത്ഥങ്ങൾ ഇല്ലാണ്ടിരുന്നൊരു കാലം, കാലവും പ്രപഞ്ചവും ഇല്ലാതിരുന്നൊരു കാലം ഉണ്ട് എന്ന് തെളിയിക്കാത്തിടത്തോളം കാലം സൃഷ്ടികർത്താവായ ദൈവത്തിന്റെ ആവശ്യമാണ്. അത് തെളിയിക്കുമ്പോൾ സൃഷ്ടാവിനെ നമുക്ക് അംഗീകരിക്കാം. ഇതിന് യുക്തിബോധം കൊണ്ട് തടസ്സം. അപ്പൊ എനിക്ക് പറയാനുള്ളത്, എന്റെ ഈ പ്രഭാഷണം സഹിഷ്ണുതയോടുകൂടി കേട്ടുന്ന നിങ്ങൾക്ക് 1000 നന്ദി പ്രകാശിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞത്, നമ്മൾ മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ സംഘർഷങ്ങൾ നിലനിൽക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ഈ കാലത്ത് മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കാൻ ആവശ്യമായ ദൈവവ്യാഖ്യാനങ്ങളും മതവ്യാഖ്യാനങ്ങളും മുന്നോട്ട് കൊണ്ടുവരാൻ മുജാഹിദ് പ്രസ്ഥാനം പോലെയുള്ള സ്വതന്ത്ര ചിന്ത പുരോഗമന പ്രസ്ഥാനം, ഒരു കാലത്ത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ വളരെയധികം കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ഞാനും ആ പ്രസ്ഥാനവുമായിട്ട് കുറെ ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്റെ കുടുംബം മുഴുവൻ അതിന്റെ ആളുകൾ. അതുകൊണ്ട് അത്തരത്തിന് കാലോചിതമായി മാറിച്ചിട്ടുണ്ട്. ഫിർഖ് എന്ന 50 കൊല്ലം മുമ്പ് പറഞ്ഞിരുന്ന ആ ഒരു ചാവട്ടത്തിൽ കറങ്ങാതെ സാമൂഹ്യ പ്രശ്നങ്ങളിലേക്ക് കടന്നുകൊണ്ട് കാലോചിതമായി മനുഷ്യത്വപരമായി ദൈവവിശ്വാസത്തെയും മതവിശ്വാസത്തെയും വ്യാഖ്യാനിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ സഹോദരന്മാരെ, സഹോദരികൾ, ഈ ഇവിടെ നമ്മുടെ സഹോദരൻ കുഞ്ഞിമോൾ പോയി ഖുർആനിലെ ദൈവവിശ്വാസം എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുകയും അതിനു മുമ്പ് ഇവിടെ 2-3 ക്ലാസുകൾ നിങ്ങൾ കേട്ടു കഴിഞ്ഞു. ഒന്ന് ഡോക്ടർ NP യൂണിറ്റി ദൈവസങ്കല്പം ഹിന്ദു ധർമ്മവേദങ്ങളിൽ എന്നു. അതിനുശേഷം ഫാദർ ഏലിയസ് സ്നേഹദാസ് ബൈബിളിലെ ദൈവസങ്കല്പം. മൂന്നാമത്തെ ക്ലാസ് ജബ്ബാർ സാഹിബ് ഇവിടെ എഴുതിയത് ദൈവവിശ്വാസം ഭൗതിക വീക്ഷണങ്ങൾ എന്നാണ്. ഭൗതിക വീക്ഷണങ്ങളിൽ ദൈവവിശ്വാസം ഉണ്ടായിരിക്കുക എന്നുള്ളത് തന്നെ ശരിയല്ല. പക്ഷെ ഭൗതിക വീക്ഷണത്തിൽ ദൈവത്തെ സംബന്ധിച്ച് അവർ വിശ്വസിച്ച് പറയുന്നു എന്നതാണ് നമുക്കറിയുന്നത്. ദൈവത്തെ സംബന്ധിച്ച് ഒരു സങ്കല്പം ശരിക്കും ഉണ്ടാക്കിയിരുന്നത് ബൈബിളിന് ശേഷം ഗ്രീക്ക് തത്വശാസ്ത്രത്തിൽ നിന്നാണ് എന്ന് പറയുന്നത്. അതോടുകൂടി പിന്നീട് പറയപ്പെടുന്നതൊന്നും ബൈബിളിലെ ദൈവമല്ല എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ ജബ്ബാർ സാഹിബ് ഖുർആനിനെ വളരെ വിമർശിച്ചുകൊണ്ട് ദൈവവിശ്വാസത്തെ, അതായത് ഇസ്ലാം പറയുന്ന ദൈവവിശ്വാസത്തെ എതിർത്തുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സമയം ചെലവഴിച്ചു. എനിക്കിവിടെ അവതരിപ്പിക്കാനുള്ളത് വിശുദ്ധ ഖുർആനിൽ ദൈവത്തെ സംബന്ധിച്ച് എന്ത് പറയുന്നു എന്നുള്ളതാണ്. ഏകനായ ദൈവം, ആ
ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ആരാധിക്കപ്പെടുന്ന ദൈവം ഏകനാകുന്നു. എന്താണ് ആ ദൈവത്തിന്റെ വിശ്വാസം? അല്ലതിയ ഹലക്കലക്കും വല്ലതിയും കബലിക്കും. നിങ്ങളെ സൃഷ്ടിച്ചവൻ നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ചവൻ. അതേപോലെ തന്നെ ആകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളമിറക്കി തന്നവൻ, ഭക്ഷണം ഉണ്ടാക്കി തന്നവൻ, ഭൂമിയെ നിങ്ങൾക്ക് ഉപജീവന സൗകര്യത്തോടുകൂടി വിധാനിച്ചവൻ എന്നൊക്കെ പറയുന്ന ഒരു ദൈവത്തെ വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിയിട്ട് വിശുദ്ധ ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെ വളരെയധികം വിശേഷങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. റഹ്മാനാണ്, റഹീമാണ്, സെമിയാണ്, ബസീറാണ്, ഇങ്ങനെ ഒരുപാട് വിശേഷം. യഥാർത്ഥത്തിൽ മതവിശ്വാസം യുക്തിഹീനമാണെന്നാണ്, ദൈവവിശ്വാസം യുക്തിഹീനമാണെന്നാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അയ്യഴിക്കും അന്നക്കും ഇതാ നിൽക്കുമ്പോ കൊണ്ടു തുറാപ്പം ഇമാമൻ അന്നക്കും പറഞ്ഞു ഹൈഹാത്ത ഹയ്യാത്തരി മാത്രം പറഞ്ഞു ഇനി എല്ലാ ഹയാത്തിലെ ദുനിയാൻ മൂക്കുവൻ അഴിയാവുമാൻ മൂട് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഇസ്ലാമിന് വളരെ മുമ്പ് പ്രാചീന കാലത്ത് ഉണ്ടായിട്ടുണ്ട്. വളരെ മുമ്പല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിട്ടുണ്ട്. അദ്ദേഹം മനുഷ്യരോട് പറഞ്ഞു, ജനങ്ങളെ, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ ജനങ്ങളിൽ ഒരു വിഭാഗത്തിന്റെ പ്രതികരണം, ആ എഴുതിക്കും അന്നക്കും ഇതാ നിൽക്കുമ്പോ കൊണ്ടും തുറാബൻ കഴിവാണ്. നീ ഞങ്ങളെ താക്കീത് ചെയ്യുന്നുണ്ടോ? ഞങ്ങളെല്ലാവരും മരണപ്പെട്ടു പോയതിന്റെ ശേഷം, എല്ലാവരും വിരുമ്പിയതിന്റെ ശേഷം നിങ്ങൾ രണ്ടാമതിയാൽ ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നുണ്ട്. അതേപോലെ ഒരുപാട് ജനപദങ്ങൾ അവർ പ്രവാചകന്മാരുടെ താക്കീത് കേട്ടപ്പോൾ ഇതിന് നിഷേധിച്ചു. അവർ ദൈവനിഷേധം, മതനിഷേധം എന്ന് പറയുന്നത് അധികന യുഗത്തിന്റെ ഒരു പരിഷ്കൃതവാദമല്ല, നേരെ മറിച്ച് അത് പ്രാചീന ലോകത്തും ഉണ്ടായിരുന്ന ഒന്നാണ്. ദൈവവിശ്വാസത്തിൽ, നമ്മുടെ വിശ്വാസത്തിൽ ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്നേ വരെ എത്ര നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ പഴക്കമുണ്ടോ അതുപോലെ ദൈവനിഷേധത്തിനും സഹസ്രാബ്ദങ്ങൾ പഴക്കമുണ്ട്. അപ്പൊ ഒരു പുതിയ കാര്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അല്ലാഹു അതിന് മറുപടി പറയുന്നു, ആദ്യമായി ഇല്ലായ്മയിൽ നിന്ന് ഈ മനുഷ്യ സമൂഹത്തെ സൃഷ്ടിച്ചുണ്ടാക്കാൻ നാം വിഷമിച്ചിട്ടില്ല, പിന്നെയാണ് ഇതിന് രണ്ടാമത് മടക്കി സൃഷ്ടിക്കാൻ എന്നുള്ള മറുപടിക്ക് പോലെയുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത് ഹയാത്താക്കാനും ഒക്കെ കഴിയും. നമുക്ക് ഉദാഹരണം പറയാം. ഈ ഭൂമി അല്ലെങ്കിൽ ഈ മനുഷ്യ സമൂഹം അത് ആകസ്മികമായ ഒരു സ്ഫോടനത്തിൽ നിന്നുണ്ടായിത്തീർന്നു എന്ന് വിശ്വസിച്ചാൽ അത് യുക്തിവാദമാണ്. നേരെ മറിച്ച് സൃഷ്ടാവിനെ സൃഷ്ടിച്ചു എന്ന് വിശ്വസിച്ചാൽ അത് യുക്തിഹീനമാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ ഇതാണ് യുക്തിബോധമായി പറയും. നമുക്ക് ചിന്തിച്ചാൽ അറിയാം, ആകസ്മികമായി ലോകമുണ്ടായി എന്ന് വെച്ചാൽ എന്താണ് ആകസ്മികം എന്ന് പറഞ്ഞാൽ? ആകസ്മികം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? എന്റെ ഈ കയ്യിലുള്ള ഈ ഗ്ലാസ് തറയിൽ വീണ് ഉടഞ്ഞാൽ ഇതിന്റെ വിവിധങ്ങളായ കഷ്ടങ്ങൾ പല രൂപത്തിൽ, ചെറുതും വലുതുമായ വിവിധങ്ങളായ ദൂരത്തിൽ അത് കഷ്ടം വഹിക്കുന്നു. എന്തുകൊണ്ട് ഈ കഷ്ടം വലുതായി, എന്തുകൊണ്ട് ഇത് ചെറുതായി, എന്തുകൊണ്ട് ഇത്രത്തോളം അകലെയായി, എന്തുകൊണ്ട് ഇത്രത്തോളം അടുത്തായി എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ആകസ്മികമാണ്. ഒരു നാളിൽ നാം 10 നറുക്കിട്ടു, എന്നിട്ട് ഈ നറുക്കെടുക്കാൻ ഒരു കുട്ടിയെ എത്തിച്ചു. ആദ്യം നറുക്കെടുത്തപ്പോൾ 9 കിട്ടി, പിന്നെ 2 കിട്ടി, പിന്നെ 3 കിട്ടി, പിന്നെ 1 കിട്ടി. ഇങ്ങനെ ക്രമം അല്ലാത്ത രൂപത്തിൽ ഈ നറുക്കുകൾ കിട്ടി. എന്തുകൊണ്ടാണ്? ഒരു നല്ല പ്രഭാതത്തിൽ കിഴക്കൻ ചക്രവാളത്തിലേക്ക് നോക്കി നിൽക്കുക. ഒരു സൂര്യൻ ഉദിക്കുന്നതിന്റെ അല്പം ഒരു മാർച്ച് 22 മാർച്ച് 22 സൂര്യൻ ഉദിക്കുന്ന പ്രദേശത്ത്, സൂര്യൻ ഉദിക്കുന്ന സ്ഥലം നിങ്ങൾ പശ്ചിമഘട്ടത്തിന്റെ ഒരു ഭാഗത്ത് ചെറിയ ഒരു അടയാളപ്പെടാം. പിറ്റേ ദിവസം എഴുന്നേറ്റ് അതേ സമയത്ത് നിങ്ങൾ നോക്കുക, അല്പം അകലെയായിരിക്കും. പിന്നീട് നോക്കിയാൽ അല്പം അകലെ. ഇതിനൊക്കെ കൃത്യമായ ഒരടയാളം നിങ്ങൾ നോക്കുക. ഈ കൃത്യമായ അടയാളങ്ങൾ വെച്ചതിന് ശേഷം അവസാനം മാർച്ചും ഏപ്രിലും മെയ് മാസം 22 കഴിച്ചിട്ട് നിങ്ങൾ വീണ്ടും നോക്കുകയാണെങ്കിൽ ആ പോയിന്റിൽ നിന്ന് അത് മാറി മാറി ഉദിക്കുന്നത് കാണാൻ സാധിക്കും.
മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ വരെ അത് വരും. സെപ്റ്റംബർ കഴിഞ്ഞ് 3 മാസം പിന്നെയും അത് ഇടത്തോട്ട് നീങ്ങും. ഇടത്ത് നിന്ന് പിന്നെയും അത് വലത്തോട്ട് നീങ്ങും. ഇങ്ങനെ ഈ വർഷത്തിൽ 365 ദിവസങ്ങളിൽ നിങ്ങൾ ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയിരിക്കട്ടെ. ഈ അടയാളപ്പെടുത്തപ്പെട്ട പോയിന്റ് ഇനി ഒരുപാട് വർഷങ്ങളിൽ നിങ്ങൾ ആവർത്തിച്ചു. എന്നാൽ അണുവളവ് തെറ്റില്ലാതെ ആദ്യം ഉദിച്ച സ്ഥലത്ത് മാർച്ച് 31-ാം തീയതി ആദ്യം എവിടെയാണ് നിൽക്കുന്നത് അവിടെ പിന്നീട് നിൽക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രക്രിയ തുടങ്ങിയിട്ട് ഈ പ്രപഞ്ചത്തിൽ 1ഉം 2ഉം വർഷമല്ല. എന്ന് സൂര്യനും ചന്ദ്രനും ഈ ഭൂമുഖത്തുള്ള സൂര്യൻ ഈ ഭൂമുഖത്തുണ്ടായോ അന്ന് മുതൽ അത് കൃത്യമായി. ഇതിനെ സംബന്ധിച്ച് നാം എന്ത് പറയണം? അത് ആകസ്മികമാണ് എന്ന് പറയും. ഒരു പ്രാവശ്യം ഈ നറുക്കെടുത്തത് 1, 2, 3, 4, 5, 6, 7, 8, 1 മുതൽ 10 വരെ കിട്ടിയെന്നിരിക്കട്ടെ. അപ്പോൾ നാം ചോദിക്കാം എങ്ങനെയാണ്? അപ്പോൾ ഇതിന്റെ പിന്നിലെന്തോ ഒരു സൂത്രമുണ്ട്. ഇത് ആകസ്മികമല്ല, നറുക്കൊപ്പം കിട്ടിയത്. അതേപോലെ തറയിൽ വീണ ഗ്ലാസിന്റെ കഷ്ണങ്ങൾ, വിവിധങ്ങളായ കഷ്ണങ്ങൾ ഒരേ അളവിലും ഒരേ ഡിസ്റ്റൻസിലും ഒരേ ദൂരത്തിലും അത് വീണ് എന്നിരിക്കട്ടെ. ആ ചോദിച്ചാൽ ബുദ്ധിയുള്ളവൻ പറയും, യുക്തിയുള്ളവൻ പറയും ഇതിന്റെ പിന്നിലെന്തോ ഉണ്ട് എന്ന് പറയും. അപ്പോൾ ഈ 10 നറുക്കുകൾ ഒന്നിച്ചു വീണപ്പോൾ അത് യുക്തിപരമാണ്, യുക്തിബന്ധുരമാണെന്നും യുക്തിപൂർവമാണെന്നും അതിന്റെ പിന്നിൽ ഒരു തകതീറുണ്ടെന്നും അല്ലെങ്കിൽ ഒരു കണക്ക് എന്ന് പറയുന്നതാണ്. കോടാനകോടി വർഷങ്ങളായി ഒരേ ബിന്ദുവിൽ ഈ സൂര്യൻ ഉദിക്കുകയും അതേപോലെ പശ്ചിമചക്രവാളത്തിൽ അതേ അസ്തമിക്കുകയും ചെയ്യുമ്പോൾ ഇത് യുക്തിയുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുന്നു. ഇതിന്റെ പിന്നിൽ ഒരാസൂത്രണമുണ്ട്. ഉല്ലസയിലും ഹലത്തിലാവുക അത് അള്ളാഹു പറയുന്നു എല്ലാ വസ്തുക്കളും നാം വളരെ കണക്കായിട്ടാണ് സൃഷ്ടിച്ചത്. അതായത് ചോദനുസരിച്ചായി സൃഷ്ടിച്ചത്. സൂര്യൻ സൂര്യൻ അതിന് നിശ്ചയിച്ചതായിരിക്കുന്ന ഒരു പാതാവിലൂടെ അത് നിശ്ചയിക്കപ്പെട്ട രൂപത്തിൽ സഞ്ചരിക്കുന്നു. അതായത് കോടാനകോടി വർഷമായിട്ട് ഒരു തെറ്റിയിട്ടില്ല. അത് യുക്തിജ്ഞനായ എല്ലാം അറിയുന്ന പ്രതാപശാലിയായ അള്ളാഹുവിന്റെ തസ്ബീറാവും. അതിന് നാം ഒരു പദം ഉണ്ടാക്കിക്കൊടുക്കും. എന്നിട്ട് അതിന്റെ വൃത്തിക്ഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ അവസാനം ചെയ്യിച്ച് അതെങ്ങനെ വരുന്നു? അതൊരു ഉണങ്ങിയ ഈത്തപ്പന മറ്റതുപോലെ വളഞ്ഞുകൊണ്ട് രണ്ടാമത് വീണ്ടും ആവർത്തിച്ചു വരും. നമുക്ക് കാണാമല്ലോ ചന്ദ്രന്റെ ബാലചന്ദ്രൻ അത് വൃദ്ധി പ്രാപിക്കുന്നു. അങ്ങനെ പൗർണമിയായിത്തീർന്നതിന് ശേഷം അത് ക്ഷയം ബാധിക്കുന്നു. അവസാനം അതൊരു വളഞ്ഞ മറ്റൊരു പോലെ വരെ വളഞ്ഞു ക്ഷയിച്ചുകൊണ്ടിരിക്കും. ഈ വൃദ്ധിക്ഷയങ്ങൾ അതെന്താണത്? അത് യുക്തിക്കനും അതേപോലെ തന്നെ പ്രതാപശാലിയുമായ അള്ളാഹുവിന്റെ തസ്ബീറാവുന്ന കണക്കാവുന്നു. ഉല്ലസയിലും ഫലത്തിലാവുന്ന ഖദർ എല്ലാ വസ്തുക്കളെയും നമ്മൾ ഖദറനുസരിച്ചാണ് സൃഷ്ടിച്ചത്. അപ്പൊ ഇത് മുഴുവനും സൃഷ്ടിച്ച സൃഷ്ടാവിനെ സംബന്ധിച്ച് വിശ്വസിക്കുന്നത് അതും അതേപോലെ തന്നെ നിഷേധിക്കുന്നതും ലോകത്തിന്റെ പ്രാരംഭകാലം മുതൽ ഇന്നേ വരെയുള്ള വരെയുള്ള ശാസ്ത്രമാണ്. ഇതിലൊന്നും പുതുതായില്ല. അതൊക്കെ പഴയതുപോലെ തന്നെ. അത് പഴഞ്ചനാണ് എങ്കിൽ മറ്റൊരു പഴഞ്ചനാണ്. അപ്പൊ ഇതിനൊരു പുതിയതായ ഒന്നുമില്ല. അന്ന് മുതൽ പ്രാചീന സമൂഹം മുതൽ തന്നെ ഈ സൃഷ്ടാവിനെ നിഷേധിക്കുക എന്നുള്ളതുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ യുവത്തിലും അതുണ്ട്. അതാണ് പറയുന്നത്. യുക്തി ഏതാണ്, യുക്തി ഹീനത ഏതാണ്, യുക്തിവാദം ഏതാണ്? അത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ നാഥനിൽ വിശ്വസിക്കുന്നതാണ്. കാരണം ഇല്ല എന്നുള്ളത് ഉണ്ട് എന്നുള്ളതിന് തെളിവുകളാണ് ഈ പ്രപഞ്ചത്തിന്റെ പ്രത്യേകം. എന്നാൽ ഈ മതങ്ങളിൽ വെച്ച് ഏറ്റവും യുക്തിക്ക് യോജിച്ചതും അതേപോലെ തന്നെ ബന്ധപ്പെട്ടതും വിശുദ്ധ ഖുർആനാണ് എന്നാണ്. അല്ലാഹുവിനെ സംബന്ധിച്ച് നമുക്ക് പടച്ചവൻ പരിചയപ്പെടുത്തി തരുന്ന ആയത്തുകൾ ഒരുപാടുണ്ട്. ഞാനത് വിശദീകരിക്കേണ്ടതില്ല, കൂടുതൽ പറയുന്നില്ല. ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുമ്പോൾ ചെറിയൊരു കാര്യം ഞാൻ പറയാം. ഞാൻ വിശദീകരണത്തിന് പോകുന്നതിന് മുമ്പ് അല്ലാഹു എല്ലാ വസ്തുക്കളെയും കണക്കാക്കിയ ഒരു കലാകഥകൾ നമ്മളെ ഇമാൻ കാര്യങ്ങളുടെ വിശ്വാസം എന്താണ്? ചെറും നന്മയും തിന്മയും അല്ലാഹുവിന്റെ വക്കൽ നിന്നാണ് എന്ന് വിശ്വസിക്കുക. തവായിൽ വിശ്വസിക്കുക. എന്താണ് ഈ തവായിൽ വിശ്വസിക്കുക? ഈ തവായിലുള്ള യഥാർത്ഥ വിശ്വാസത്തെ സംബന്ധിച്ച് ഉള്ള
തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞുകൂടാ. അത് വിശ്വസിക്കാണ്ടതുപോലെ വിശ്വസിക്കാത്തതിനെ സംബന്ധിച്ചുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള വിമർശനങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വന്നത്. എന്താണ് അള്ളാഹുവിന്റെ ഖദർ? നാം മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ ഇൽമാണ് അള്ളാഹുവിന്റെ ഖദർ. അള്ളാഹുവിന്റെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആ ജ്ഞാനമാണ് ഖദറായിരുന്നത്. ഞാൻ ഉദാഹരണം പറയും. ഈ പ്രപഞ്ചത്തെ അള്ളാഹു ഒരു നിയമത്തിന് വിധേയമായാണ് സൃഷ്ടിച്ചത്. അതായത് സൂര്യൻ ഉദിച്ചാൽ വെയിലുണ്ടാകും, അതേപോലെ ചന്ദ്രൻ ഉദിച്ചാൽ പ്രകാശമുണ്ടാകും, അതേപോലെ സൂര്യൻ അസ്തമിച്ചാൽ രാത്രി ഉണ്ടാവണം, വിശന്നാൽ ഭക്ഷണം വേണം, ഭക്ഷണം കഴിക്കണം, അതേപോലെ തന്നെ മുകളിൽ നിന്ന് തെങ്ങിന്റെ മുകളിൽ കയറി കൈവിട്ടാൽ താഴെ വീണ് ചാവണം. അതേപോലെ ഈ ഭിത്തിക്കപ്പുറമുള്ള ഒരു കാര്യം നമുക്ക് കാണാൻ ശക്തമല്ല, കാരണം അതിനുള്ള കണ്ണേ നമുക്ക് തന്നിട്ടുള്ളൂ. ഈ പ്രാപഞ്ചിക നിയമം അതാണ് സുന്നത്തുള്ളാഹി. ഞാൻ പ്രകൃതിയിലേക്ക് ഹരിച്ചില്ല, അള്ളാഹുവിന്റെ ശരിയ, അതിന് വിരുദ്ധമായി അള്ളാഹു ഒന്നും ചെയ്യുകയില്ല. അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. അപ്പോൾ ആ സൃഷ്ടിപ്പനുസരിച്ച് ഈ ലോകം നടക്കുക. വെള്ളം കീഴ്പോട്ടേ ഒഴിക്കാൻ പാടുള്ളൂ. എന്തുകൊണ്ട് അള്ളാഹുവിന് മേൽപോട്ട് ആ വെള്ളമില്ലാത്ത സ്ഥലത്തേക്ക് ഒഴിപ്പിച്ചുകൂടാ? അത് അള്ളാഹുവിന്റെ സുന്നത്തല്ല. അള്ളാഹുവിന്റെ സുന്നത്തിൽ കൂടി നാം വിശ്വസിക്കണം. എന്നിരിക്കെ സമാധി എന്ന് പറഞ്ഞാൽ അള്ളാന്റെ കഥ എന്താണ്, ഖദർ എന്താണ്? അത് അള്ളാന്റെ കഥയാണ്, അള്ളാന്റെ ഖദറാണ് എന്ന് പറഞ്ഞ് നാം സമാശ്വസിക്കാറുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? അത് യഥാർത്ഥത്തിൽ അതിന്റെ അള്ളാഹുവിന്റെ പെരുമാണത്തിൽ കൂടുതലുണ്ട്. എങ്ങനെ എന്ന് പറയാമോ? എന്ന് പറഞ്ഞാൽ ഉദാഹരണമായി ഇപ്പോൾ പറഞ്ഞു, ഒരുത്തൻ ഭാഗ്യദോഷിയാണെന്നുള്ള എഴുതി വെച്ചു, ഒരുത്തൻ ശിക്ഷാർഹനാണെന്നുള്ള തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ നിഷ്കർമ്മനായിരിക്കുന്ന അള്ളാഹു ശിക്ഷിക്കുന്നു. അതേപോലെ തന്നെ അള്ളാഹു ദ്രോഹിക്കുന്നു, ദൈവം ക്രൂരനാണ് എന്ന് പറയാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്ത് കാര്യകാരണ ബന്ധങ്ങൾ അള്ളാഹു ഉണ്ടാക്കി വെച്ചു. ഇന്നത് ചെയ്താൽ ഇന്നത്, ഭക്ഷണം ഇതാണ്, ഇത് ഭക്ഷിക്കണം എന്ന് പറഞ്ഞു. ഈ കുട്ടി കൽപ്പന അനുസരിക്കാതെ അതെടുത്ത് കരക്കി കുടിച്ചു. ഇതിൽ പിതാവ് കുറ്റക്കാരനാണോ? അള്ളാഹു ഒരു പ്രവാചകനെ അയച്ചിട്ടുണ്ട്. ആ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നുണ്ട് ഇതിന്റെ രൂപത്തിൽ ജീവിക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ അതേപോലെ തന്നെ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടത് ചെയ്യണം. അതിന് വിരുദ്ധമായി ഒരുത്തം ചെയ്താൽ അതുകൊണ്ട് ലഭിക്കപ്പെടുന്നതിന്റെ ദ്രോഹം ഈ പിതാവ് കുറ്റക്കാരനാണോ? അവൻ കീടനാശിനി കൊണ്ടുവച്ചിരുന്നു വയലിലടിക്കാൻ, അതെടുത്ത് കുട്ടി കുടിച്ചുപോയി. ഈ പിതാവിനെ ക്രൂരനാകുന്ന മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഈ പിതാവ് പറഞ്ഞിരുന്നു അതല്ല നീ ഭക്ഷിക്കേണ്ടത്, അത് വിഷാംശം കലർന്ന വസ്തുവാണ്, അത് ഭക്ഷണത്തിൽ ഇടാൻ പാടില്ല എന്ന് പിതാവ് പറഞ്ഞിരുന്നു. പിതാവ് പറഞ്ഞ സാഹചര്യത്തിൽ പിന്നെ ഈ കുട്ടി അങ്ങനെ അബദ്ധം ചെയ്തെങ്കിൽ, ധിക്കാരം ചെയ്തെങ്കിൽ ഈ കുട്ടി ഇതിന് ഉത്തരവാദി, പിതാവിന് ദ്രോഹിയാണ്, ഉത്തരവാദിയാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹു പ്രവാചകനെ ഈ ലോകത്തേക്ക് നിയോഗിച്ച് നന്മ ഇന്നതാണെന്നും തിന്മ ഇന്നതാണെന്നും അതനുസരിച്ചാണ് ജീവിക്കേണ്ടതെന്നും കൽപ്പിച്ചതിന് ശേഷം അദ്ദേഹമായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അള്ളാഹു കരുണാനിധിയല്ല, അവൻ ക്രൂരനാണ് എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ഈ ദൈവമില്ല എന്നിരിക്കട്ടെ, ഈ പ്രകൃതിയുടെ നിയമം അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ നിയമം എല്ലാവരും ഒന്നടങ്കം ബിനാമിയും മറ്റും വന്ന ആയിരക്കണക്കിന് മനുഷ്യർ ചത്തൊടുക്കണമെന്നോ എങ്കിൽ ക്രൂരമായ പ്രകൃതി എന്ന് നമുക്ക് പറയാവുന്നതാണ്. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ച് ക്രൂരത്വം അതിൽ ബാധിക്കാൻ സാധിക്കുകയില്ല. കാരണം എന്താണ്? അള്ളാഹു വ്യക്തമായ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്, പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ രൂപത്തിൽ ചിന്തിക്കുമ്പോൾ ഈ കഥ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇൽമാണ്. ഞാൻ ഉദാഹരണം പറയാം. ഒരു ക്ലാസ്സിൽ ഒരു 10-25 കുട്ടികളുണ്ട്. ഈ കുട്ടികൾ പരീക്ഷാ സമയത്ത് പരീക്ഷയുടെ മുമ്പ് സമർത്ഥനായ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ അധ്യാപകൻ, ക്ലാസ് അധ്യാപകൻ ഈ 15-25 പേരെയും സംബന്ധിച്ച് എഴുതി വെച്ചു. ഇതിൽ 3 കുട്ടികൾ റാങ്ക് നേടും, അതേപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് നേടുന്നത് ഇത്ര, അതേപോലെ തേർഡ് ക്ലാസ് നേടുന്നത് ഇത്ര, അതേപോലെ പരാജയപ്പെടുന്ന കുട്ടികൾ ഇത്ര. ഇവന്റെ അല്പമായ അറിവിന്റെയും പരിചയത്തിന്റെയും അടിസ്ഥാനത്തിൽ സമർത്ഥനായ ഒരു അധ്യാപകൻ തന്റെ ഡയറിയിൽ എഴുതി വെച്ചു. ഇദ്ദേഹത്തിന്റെ സാമർഥ്യം കൊണ്ട് ഈ എഴുതിയതുപോലെ തന്നെ അവിടെ സംഭവിക്കുകയും ചെയ്യും. ഇതിന് ഈ അധ്യാപകൻ ഉത്തരവാദിയാണ്. അധ്യാപകനോട് കുട്ടികൾ പറയാം, നിങ്ങൾ അന്ന് എഴുതി വെച്ചില്ലേ, നിങ്ങളങ്ങനെ എഴുതി വെച്ചത് കൊണ്ടല്ലേ ഞാൻ തോറ്റത്, പരാജയപ്പെട്ടത് എന്നിവൻ പറഞ്ഞാൽ അതിനർത്ഥമുണ്ടോ? അല്ല, ഈ അധ്യാപകൻ അറിയാം. അവരുടെ അധ്യാപകന്റെ അറിവ് വളരെ കുറവാണ്. സൃഷ്ടാവായ അള്ളാഹുവിൽ നാം സങ്കല്പിക്കുന്ന, നാം പറഞ്ഞു കൊടുക്കുക, നാം വിശ്വസിക്കുന്ന അറിവോ അത് വളരെ അപാരമാണ്. അവന് ഭാഗ്യവും ഭൂതവും ഓരോരുത്തരെ സംബന്ധിച്ചും അറിയാവുന്നതാണ്. അങ്ങനെ
അറിയാവുന്ന അള്ളാഹു അവന്റെ മുൻകൂട്ടിയുള്ള എഴുതി വെച്ചു, അല്ലെങ്കിൽ അവന്റെ അറിവ് സാധ്യമായ മുന്നേയുള്ള ഇൽമിനാണ് ഈ സവാൽ എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ഒരാളെ സംബന്ധിച്ച് മുൻകൂട്ടി തീരുമാനിച്ചതല്ല. തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി അവൻ അറിയാമെന്നത് നടക്കും. ഈ കുട്ടികൾ പരാജയപ്പെടും, വിജയിക്കും എന്നുള്ളത് ഈ അധ്യാപകൻ, സമർത്ഥനായ അധ്യാപകൻ അറിയാവുന്നത് പോലെ അതിനേക്കാൾ അറിവുള്ളതായ അള്ളാഹു അവൻ മുൻകൂട്ടി ഇതാണ് അള്ളാഹുവിന്റെ സഭ എന്ന് പറയുന്നത്. അതല്ലാതെ അള്ളാഹു വളരെ കൂടുതൽ ആൾക്കാരെ സംബന്ധിച്ച് നീ ഭാഗ്യദോഷിയാണ്, നീ നരകത്തിൽ പോകേണ്ടവനാണ് എന്ന് തീരുമാനിച്ചു വെച്ചതല്ല. അതിനുള്ള മാർഗം അവൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു പരീക്ഷണം എന്ന നിലക്ക് അത് നല്ല നിലക്ക് നിർവഹിക്കുന്നവനെ സ്വർഗത്തിൽ പ്രവേശിക്കും, അല്ലെങ്കിൽ വിജയിക്കും, അല്ലെങ്കിൽ പരാജയപ്പെടും. ഇങ്ങനെ അള്ളാഹു ചെയ്തിട്ടുണ്ട്. അല്ലാതെ അള്ളാഹു ക്രൂരത കാണിച്ചിട്ടില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ തന്നെയാണ് എല്ലാ വിഷയങ്ങളും. വിശുദ്ധ ഖുർആൻ പല കാര്യങ്ങളും പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഇതാണ് സത്യമെന്നിരിക്കെ പിന്നെ പറഞ്ഞ ഈ വിമർശനങ്ങളിലൊന്നും വലിയ കാര്യമില്ല വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചാണ്. അപ്പൊ ഖുർആൻ പരിചയപ്പെടുത്തുന്ന അള്ളാഹു, ആ അള്ളാഹു എന്ന് പറഞ്ഞാൽ അവൻ മാത്രമാണ് ആരാധ്യനായ അള്ളാഹു. അവനെ മാത്രം ആരാധിക്കണം. എന്തുകൊണ്ടാണ് അവൻ അള്ളാഹുവായത്, ദൈവമായത്, ആരാധിക്കപ്പെടേണ്ടത് എന്തുകൊണ്ടാണ്? അത് അല്ലെങ്കിൽ ഹരക്കും വല്ലതിനെ സബിക്കും, നിങ്ങളെ സൃഷ്ടിച്ചവൻ, നിങ്ങളുടെ മുമ്പേയുള്ളവനെ സൃഷ്ടിച്ചവൻ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഭൂമിയെ വിരുപ്പാക്കി തന്നത് എന്ന് പറഞ്ഞാൽ ഭൂമി ഉരുണ്ടതല്ല എന്ന അള്ളാഹുവിന് അറിയില്ല എന്നല്ല, ഉരുണ്ടതായിട്ട് അവനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു. നബിയെ തങ്ങളോട് അഹിതത്തിനെ സംബന്ധിച്ച് അള്ളാഹു ചോദിക്കും. അതിന്റെ അഹിതത്തി എന്ന് പറഞ്ഞാൽ ഈ ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങളെ സംബന്ധിച്ച് തന്നെയാണ് ഇവർ ചോദിച്ചത്. പക്ഷേ അവർക്ക് അവിടെ ശാസ്ത്രം പഠിപ്പിക്കാൻ മുഹമ്മദ് ഇത്തരം വന്നിട്ടില്ല. അങ്ങനെ ചിലർക്കുണ്ട് ധാരണ ഖുർആന്റെ അജ്ഞതയായി അത് കണക്കിലെടുക്കാൻ. അങ്ങനെയാണ് ഖുർആനെ മനസ്സിലാക്കിയതൊക്കെ മനസ്സിലാക്കി. വേറെ ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഈ ചോദ്യത്തിന് വിരുദ്ധമായി ഉത്തരം കൊടുക്കുക, അതായത് ചോദ്യകർത്താവിനെ പരിഗണിച്ചുകൊണ്ട്. അത് ഖുർആനിന്റെ ഒരു മുഅ്ജിസത്തല്ല, ഖുർആനിന്റെ ഒരു പ്രത്യേകതയായി അത് എഴുതിയിട്ടുണ്ട്. അപ്പോ അത്രയേ ഉള്ളൂ അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. വളരെ പിന്നെ വിമർശനം, ഇതൊക്കെ കാണപ്പെടുന്ന ജീവിക്കപ്പെടുന്ന പച്ച യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്നതാണ്. വിശുദ്ധ ഖുർആൻ വിമർശനമുണ്ട്. അതിലെന്താ ഉള്ളത്? യഥാർത്ഥത്തിൽ നന്മയും തിന്മയും വിശദീകരിച്ചു കൊടുക്കാൻ ഇവർ പറഞ്ഞ മാതിരി ഒരു ദൈവം അവതാരമായി വരാൻ പറ്റും. അതായത് ഒരു മേശയെ സംബന്ധിച്ച് നിരൂപിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ നന്മയെ സംബന്ധിച്ച് കേടുപാടുകൾ തീർക്കാൻ ഒരാൾ, അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയ ആൾക്കാരി മേശയായി അവതരിക്കണം. അല്ലെങ്കിൽ പശുവിന്റെ രോഗം മാറ്റാൻ ഒരു ഡോക്ടർക്ക് പശു ആകേണ്ടതുണ്ടോ, അതിനെ സംബന്ധിച്ച് പഠിക്കാം. അപ്പോ എന്ന അവതാരത്തിന്റെ വാക്ക്, യഥാർത്ഥത്തിൽ അവതാരം എന്ന് പറയുന്ന ദൈവത്തെ ഇന്ത്യയിലെ അടിസ്ഥാനത്തിൽ ഞാനൊരു വലിയ വോട്ടെടുത്തതിനെ സംബന്ധിച്ച് വന്നുകൊണ്ട് അതുകൊണ്ട് ഇതിലേക്ക് വലിയ വോട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ അവിടെ വലിയ പറയും എന്ന് മനസ്സിലാക്കിയത് ചോദിക്കപ്പെട്ട നേരം. അപ്പൊ ഇത് പിന്നെ ഇന്ത്യയിൽ സംബന്ധിച്ച് ചോദിച്ചാൽ ബൈബിളിൽ എന്താണ് ദൈവത്തെ സംബന്ധിച്ച് പറഞ്ഞത്? ബൈബിളിൽ ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്, എന്നെ നിങ്ങൾ ആരാധിക്കുക എന്ന് ബൈബിളിന്റെ എവിടെയും പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ പുത്രൻ അല്ലെങ്കിൽ ഞാൻ ദൈവമാകുന്നു എന്നെ നിങ്ങൾ ആരാധിക്കുക എന്ന് ബൈബിളിന്റെ എവിടെയും. പിന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ പിൽക്കാലത്ത് അവരുടെ അപ്പോസ്തലന്മാരും മറ്റു ശിഷ്യന്മാരും എഴുതിയ കാര്യങ്ങളിൽ എഴുതിയ പിന്നെ അതനുസരിച്ചുള്ള ദൈവസങ്കല്പങ്ങളാണ് മനുഷ്യന് മനസ്സിലാകാത്ത സ്ത്രീ ഏകത്വം പോലെയുള്ളതൊക്കെ. നമ്മ മനസ്സിലാവില്ല എന്ന് പറയും, അവർക്ക് മനസ്സിലാവുന്നതെന്ന് അറിയില്ല. അതേപോലെ മറ്റേ സ്വാമി പറഞ്ഞു, അല്ല അദ്ദേഹം പറഞ്ഞു, ഋഷി പറഞ്ഞു. പിന്നെ ദൈവം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഹിന്ദു ധർമ്മത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലായത് മതമില്ലാത്ത, മതവിശ്വാസമില്ലാത്ത ഒരു ഫെഡറേഷൻ എന്ന് അതിനെ സംബന്ധിച്ച് പറയാൻ പറ്റും. നേരെ മറിച്ച് വസ്തുനിഷ്ഠമായി ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന മതം അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ്. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് അല്ലാഹു സർവജ്ഞാനിയാണ് എന്ന് പറയും, അവൻ സർവജ്ഞാനിയാണ്. പക്ഷേ അതിന് വിരുദ്ധമായി കാണപ്പെടുന്ന ഇപ്പോൾ ബൈഅത്തുൽ റിദ്വാന്റെ അന്ന് എന്തുകൊണ്ട് അല്ലാഹുവിന് ഇവർക്ക് ഒക്കെ നിർമാർഗം കാണിച്ചു കൊടുത്ത്, അതേപോലെ തന്നെ അവിടെ നിർമാർഗം തടസ്സപ്പെടുത്തി കൊന്നിട്ടില്ല എന്ന് വേണം ദൈവത്തിന് നേരിട്ട് അറിയിച്ചാൽ പോലെ എന്ന്
അതൊന്നും യഥാർത്ഥത്തിൽ ഒരു ജീവിക്കുന്ന അങ്ങനെ വന്നാൽ നമ്മുടെ അടിസ്ഥാനം എന്താണ്? റൈറ്റിയായ കാര്യങ്ങളിൽ വിശ്വസിക്കുക. അവന്റെ മനസ്സ് അവൻ ബുദ്ധിയുള്ളവരോടാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഉപരി മറ്റൊരു ഐന്ദ്രിയമുണ്ട് എന്നാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ 10 ഇന്ദ്രിയം നമ്മൾ എന്തായാലും പറയുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾക്ക് മുമ്പ് കൂടാതെ 6ാമത്തെ ഒരു ഐന്ദ്രിയം മനുഷ്യന്. അത് അല്ലാഹു എല്ലാ മനുഷ്യർക്കും കൊടുത്തിട്ടില്ല. അതെന്താണ്? അതാണ് വഹീറുകൾ. ഈ വഹീ ലഭിക്കുന്നത് അതിനുവേണ്ടി അല്ലാഹു തെരഞ്ഞെടുത്ത പ്രവാചകന്മാർക്ക് മാത്രമേ ആ വഹീ നൽകപ്പെടുകയുള്ളൂ. ആ വഹീ നൽകപ്പെടുന്നത് എങ്ങനെയാണ്? ലഭിക്കപ്പെടുന്നത് എങ്ങനെയാണ്? കണ്ണുകൊണ്ട് കാണുകയല്ല, കൈകൊണ്ട് സ്പർശിക്കുകയല്ല, ചെവി കൊണ്ട് കേൾക്കുകയല്ല. പക്ഷേ അത് പിടിച്ചെടുക്കാനും അറിയാനും പ്രവാചകന്മാർക്ക് അല്ലാഹു ഒരു 6ാമത്തെ ഇന്ദ്രിയം, ഒരു ഐന്ദ്രിയത്തെ കൊടുത്തതാണ്. അത് പ്രവാചകന്മാർക്ക് മാത്രമേ ഉണ്ടാവൂ. അത് നിഷേധിക്കുന്നവൻ ഏതുപോലെയാണ്? ജന്മനാ അന്ധനായ ഒരു മനുഷ്യൻ കളറിനെ, അതായത് വർണ്ണത്തെ നിഷേധിക്കുന്നത് പോലെ, അതേപോലെ ജന്മനാ ചെറുനായ ഒരു മനുഷ്യൻ ശബ്ദത്തെ നിഷേധിക്കുന്നത് പോലെയാണ്. അവർക്ക് ലഭിക്കപ്പെടുന്ന ജ്ഞാനം അത് പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഉണ്ടായിത്തീരുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ലോകം ഇവിടെ മറ്റേ ഹൈന്ദവ സുഹൃത്ത് പറഞ്ഞതുപോലെ പല വിധങ്ങളിലായിക്കൊണ്ട്, പല വിശ്വാസങ്ങളിലായിക്കൊണ്ട് എന്താണ് വിശ്വസിക്കേണ്ടത്? പാരത്രിക ലോകത്തിന്റെ നന്മക്ക് എന്താണ് നിദാനമായത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് വളരെതക്ക മാറ്റം പാത നീ തന്നെ എന്താണ് രക്ഷാമാർഗം എന്നറിയാത്ത രൂപത്തിൽ നീ വാലായിരുന്നു. അവിടെ നിന്ന് എന്ന് പറഞ്ഞാൽ മാർഗമറിയാത്ത ആളായിരുന്നു. അവിടെ നിന്ന് നിന്നെ ഹിദായത്തിലാക്കി എന്ന് പറഞ്ഞാൽ സന്മാർഗം കാണിച്ചു തന്നു. ഈ കാണിച്ചു തരേണ്ടത് പ്രവാചകന്മാർക്ക് അല്ലാഹു കാണിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ശക്തി, പരലോകത്ത് നാം രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം എന്നതിനെ സംബന്ധിച്ച് അറിയാവുന്ന അല്ലെങ്കിൽ അറിയാനുള്ള ഒരു മാർഗം പ്രവാചകന്മാരിലൂടെ അല്ലാതെ ഇല്ല. അവർ ഓടിക്കേൾപ്പിക്കുന്നത് അതാണ് ദൈവവാക്യങ്ങൾ. അത് അതിൻ്റെതായ രൂപത്തിൽ നിലനിൽക്കുന്ന ദൈവവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിനെ പറഞ്ഞു തരാനും പഠിപ്പിച്ചു തരാനും പ്രവാചകന്മാർക്ക് മാത്രമേ അതിന് അവകാശമുള്ളൂ. അതനുസരിച്ച് അവർ പറഞ്ഞു തന്നത് നാം മനസ്സിലാക്കുക. അതല്ല, നേരെ മറിച്ച് എന്റെ ബുദ്ധിയാണ് ഏറ്റവും വലുത്, ഈ ലോകത്തുള്ള എല്ലാ പ്രപഞ്ചത്തിലുള്ള രഹസ്യങ്ങൾക്കും അതുപോലെ തന്നെ പ്രശ്നങ്ങൾക്കും ഈ വിസ്താരമായ ബുദ്ധിയാണ് അതിന് അടിസ്ഥാനപരമായി ഉള്ളത് എന്ന് വിശ്വാസം അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. വമാ ഊട്ടിക്കുന്നില്ല ഇല്ലാ കഴിയില്ല. നിങ്ങൾക്ക് മനുഷ്യ സമൂഹമേ വളരെ കുറച്ച് മാത്രമേ വിജ്ഞാനം നൽകിയിട്ടുള്ളൂ. അത് ആരാധിക്കപ്പെടുന്ന ഒരു വസ്തുവില്ല എന്ന് സത്യമായി വിശ്വസിക്കണം. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ ആരാധിച്ചാൽ അത് സത്യവും, അല്ലാഹു അല്ലാത്തവനെ ആരാധിച്ചാൽ അത് പാപവുമാകുന്നു, തെറ്റാവുന്നു എന്നാണ് നമ്മുടെ പ്രമാണം. എന്താണ് മുമ്പേ പോവുകയാണ്. എന്റെ ക്രിസ്ത്യൻ സുഹൃത്ത് അവിടെ എത്തിയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടതുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ചെന്നു ആ SI ബഹുമാനിച്ചുകൊണ്ട് അവരുടെ തലപ്പാവെടുത്ത് ഒത്തിരി വെച്ചു, അല്ലെങ്കിൽ അവരുടെ താൽപ്പാദങ്ങളിൽ താൽക്കാലം നമിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. ഇവിടെ ഇസ്ലാമിക നിയമപ്രകാരം നാം മനസ്സിലാക്കുന്ന അതിന്റെ അടിസ്ഥാനം അതെന്താണ്? ഇവിടെ ഈ മുസ്ലിമായ മനുഷ്യൻ അവന്റെ ഹൃദയം അപ്പോൾ ഉള്ളത് ഈ കുരുത്തം കെട്ട പണ്ടാരത്തിന്റെ മുമ്പിൽ നിന്ന് ഞാൻ രക്ഷപ്പെടട്ടെ എന്നതിൽ മനസ്സിന്റെ സന്തോഷമില്ലാതെയാണ് അവന്റെ ചിരത്തന്മ. നേരെ മറിച്ച് മറ്റവരും ഈ കാണപ്പെടുന്ന വിഗ്രഹത്തിൽ ഗുണമാഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അതിന്റെ ദോഷം തടയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നാം അതിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തന്നു, കല്ലേറി കേവലം ഒരു കല്ലാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ചുംബനം ചെയ്ത് ചുംബിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തടഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ് കല്ലിന് ഒരു കല്ലാണ് എന്ന് പറയുന്നു. കബയെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ കഅബയെ സൃഷ്ടിച്ച, അവനെ സൃഷ്ടിച്ച, അവന്റെ പിതാവിനെ സൃഷ്ടിച്ച, അതേപോലെ മുൻ തലമുറയെ സൃഷ്ടിച്ച അല്ലാഹുവിനെയാണ് മനസ്സിൽ ധ്യാനിക്കുന്നത്. ഇതൊരു കർമ്മം എന്ന നിലക്കാണ് മുസ്ലിങ്ങൾ ഐക്യകണ്ഠേന ഒരു കേന്ദ്രത്തിലേക്ക് തിരിഞ്ഞു നമസ്കരിക്കുന്നു എന്നതുകൊണ്ട് അത് അവന്റെ ആരാധ്യ വസ്തുവായി തീരുന്നു. മുസ്ലിം എവിടെയും അല്ലാഹു അല്ലാത്തവനെ ആരാധിക്കുന്നില്ല. ആരാധിക്കുന്നുണ്ട്, അത് ഉള്ളിൽപ്പെട്ടവരല്ല. കാരണം മരണപ്പെട്ടുപോയ യാറത്തിനോട് തൊഴുന്നതും അതേപോലെ തന്നെ ആ രൂപത്തിലുള്ള മരണപ്പെട്ടവരോട് തൊഴുന്നതും അതിൽ ഞാനിപ്പോ ഇന്ന് മാനസികാവസ്ഥയുണ്ട്. അപ്പോൾ യഥാർത്ഥ മുസ്ലിം അവന്റെ ആരാധനയ്ക്ക് അഴിപ്പത്തിന് നൽകുന്നില്ല, അതേപോലെ തന്നെ അജമി വസ്തുവിന് നൽകുന്നില്ല, അവന്റെ കയ്യിലും സവാഫിലും കേന്ദ്രത്തിനും നൽകുന്നില്ല. അത് അല്ലാഹുവിനോട് മാത്രമേ. ഇതേ
രീതിയിലുള്ള ആരാധന നമ്മുടെ വിശ്വാസത്തെ വലപ്പത് ഹലത്തലിൽ നിൽക്കാൻ മനുഷ്യന്റെ അവരുടെ ഏറ്റവും അടുത്ത് അവന്റെ എല്ലാ ചലനങ്ങളും മാറ്റും അവന്റെ ഹൃദയം മറച്ചു വെച്ചതും അതുപോലെ തന്നെ അവന്റെ കണ്ണിന്റെ കടക്കണ്ണും കള്ളനോട്ടവും ഇതൊക്കെ അറിയുന്ന രൂപത്തിൽ സൃഷ്ടിച്ചു വെച്ചതായിരിക്കുന്നവരാണ് അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആൻ പറയും. അപ്പൊ അതേ രൂപത്തിലുള്ള ഒരു അള്ളാഹു അവരെല്ലാം അറിയുന്നവരാണ്. ആ എല്ലാം അറിയുന്ന അള്ളാഹു പക്ഷേ സ്ഥിതിയില്ല. അവൻ സൃഷ്ടിച്ചു വെച്ചൊരു ശരിയുണ്ട്. അവൻ സൃഷ്ടിച്ചു വെച്ചതായിരിക്കുന്ന ഒരു നിയമമുണ്ട്. ആ നിയമത്തിനെതിരെ അവൻ പ്രവർത്തിക്കുകയില്ല. നേരെ മറിച്ച് അതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് എന്താണ് ഈ സുന്ദരനായിരിക്കുന്ന അള്ളാഹുക്ക്. രാത്രിയിൽ നടന്നു പോകുമ്പോൾ പാവപ്പെട്ട ഒരു മനുഷ്യൻ എന്തുകൊണ്ട് സൂര്യന്റെ ഒരു അംശം അവിടെ ഉണ്ടാക്കി കൊടുക്കുക? കൊടുത്തിട്ടില്ലെങ്കിൽ ദൈവം അതുകൊണ്ട് നന്ദിയില്ലാത്തവനാകുമോ അല്ലെങ്കിൽ സ്നേഹമില്ലാത്തവനാകുമോ നാം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോ അതല്ല, ഇതിനൊരു പ്രാപഞ്ചിക നിയമം വെച്ചിട്ട് നാം തോർച്ചു കൊണ്ടുപോകുക തന്നെ വേണ്ടി വരും. പിന്നെ ഇത് ചില മുഴുവത്തിന്റെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ഇതിനെതിരായിട്ട്. അതെന്താണ്? ഞാനൊരാളെ ഞാൻ അയക്കുന്ന ആളാണെന്നുള്ളൊരു ദൃഷ്ടാന്തം വേണം. അതിനുവേണ്ടി പ്രാപഞ്ചികമായിരിക്കുന്ന ഹവായിപ്പുൽ ആദത്ത് എന്ന് പറയും. അതായത് സാധാരണ സംഭവങ്ങൾക്ക് വിരുദ്ധമായിരിക്കുന്ന ചില സംഭവങ്ങൾ മൊഴിജിതത്വോ അതല്ലെങ്കിൽ കറാമത്തോ ആയ നിലക്ക് കാണിക്കപ്പെടാറുണ്ട്. അതിൽ സത്യവിശ്വാസി വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിലപ്പുറം പ്രാപഞ്ചിക നിയമത്തിന്റെ വിരുദ്ധമായി അള്ളാഹു ഒന്നും ചെയ്യുകയില്ല എന്നാണ്. അപ്പോൾ ഖുർആൻ പറയുന്നത് ഈ രണ്ടാമത് മാറ്റി സൃഷ്ടിക്കുക എന്നുള്ളത് എത്രത്തോളം മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ മനുഷ്യനെ രണ്ടാമത് ഞാൻ സൃഷ്ടിക്കുകയില്ല എന്ന്? പക്ഷേ ഈ വിരുദ്ധിയ എറ്റുകളിൽ അതുപോലെ തന്നെ നശിച്ചുപോയ ജഗത്തിൽ രണ്ടാമത് സൃഷ്ടിക്കുകയില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? ബലാഹാദിനെ അരാനുസരിയ വരാൻ വിശുദ്ധ ഖുർആൻ ഇതാണ് പറയുന്നത്. അതായത് വിരൽ കുഞ്ചങ്ങളെപ്പോലും മടക്കി സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. പ്രപഞ്ചത്തിന്റെ എല്ലാം മുമ്പുള്ള പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ഏകനായ അല്ലാഹു. അവൻ സമീഅാണ്, എല്ലാം കേൾക്കുന്നവനാണ്, അവൻ കാണുന്നവനാണ്, അതേപോലെ തന്നെ എല്ലാത്തിനും കഴിവുള്ളവനാണ്. പിന്നെ ഏതൊരു ഭരണഘടനയെയോ ഏതൊന്നിനെയോ അതിന്റെ ചില കാര്യങ്ങളെടുത്ത് അതിനെ വിമർശിച്ചാലും കാണാൻ സാധിക്കും. വിമർശിച്ചാൽ അതിന് വളരെയധികം രസകരമായ കേൾവികളും അതേപോലെ തന്നെ രസകരമായ രൂപങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. മനസ്സിലാക്കാൻ അതായത് എല്ലാം അതനുസരിച്ച് നിർത്തിക്കുമല്ലോ. നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഒരു കാട്ടിലെത്തരം നീ ഉണ്ടാവണം, ഒരു കാട്ടിലെത്തരം മുയലുണ്ടാവണം. അതായത് സത്യമുക്കുകളായ ജീവികൾ എത്രയുണ്ടാവണം, മാംസമുക്കാൻ കുറയുന്നുണ്ടായിരിക്കും. അദ്ദേഹം ഇത് കുറേയൊക്കെ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തരും. മറുപടി പറയുക എന്നുള്ളതല്ല നമ്മെ ഉണ്ടാക്കിയ സംശയം. കാരണം ഭൗതിക വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ സംബന്ധിച്ച് എന്തുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൂടാ, ദൈവത്തിൽ വിശ്വസിച്ചുകൂടാ, അല്ലെങ്കിൽ ദൈവത്തെ എങ്ങനെ ഉണ്ടോ ഇല്ലേ എന്താണ് എന്നത് വിശദീകരിക്കേണ്ടടുത്ത് നമ്മുടെ സുഹൃത്ത് വിശുദ്ധ ഖുർആനെതിരെ ഒരു വിമർശനമാണ് നടത്തിയത്. വിശുദ്ധ ഖുർആനെതിരെ എന്ന് മാത്രമല്ല, മുസ്ലിം എനിക്കത് പറയാൻ അധികാരമില്ല. കാരണം ഞാനിതിന്റെ മോഡറേറ്ററല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇതിൽ കുറെ കാര്യങ്ങൾ നമുക്ക് എടുത്താൻ കിട്ടാറ്, അല്ലെങ്കിൽ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കാറുണ്ട്. രണ്ടാമത് പഠിച്ചിട്ട് വേണം. അപ്പൊ ഈ കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്ന അല്ലാഹു ആരാണ് നമുക്കെല്ലാവർക്കും പരിചയമുള്ള, നമുക്കെല്ലാവർക്കും പഠിച്ചതാണ്. കൂടുതലേക്ക് വിശദീകരിക്കേണ്ടതില്ല. പിന്നെ ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു ഇത് ഒരു സത്യസന്ധമായ അല്ലെങ്കിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ അങ്കുരിച്ച സംശയങ്ങൾ, അതേപോലെ തന്നെ വിജ്ഞാനത്തോടുള്ള തൃഷ്ണ, അത് നിങ്ങൾ കണക്കിലെടുത്ത് അതിന് നിവാരണം കാണണം. കാരണം സാധാരണ ദേശീയമാരിയൊക്കെ പറയാറുള്ളത് ഒരു ആവറേജ് ബുദ്ധിയുള്ളവരാണ് വിചാരിക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് പറഞ്ഞ ആളെ ചോദിച്ച് അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ അയാൾ നിരീക്ഷണത്താണോ പറഞ്ഞത്, അത് അങ്ങനെ മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി നമുക്ക് ഉണ്ടാകാൻ പാടില്ല. കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കണം. ബൈബിളിന്റെ അടിസ്ഥാനത്തിലും അതേപോലെ തന്നെ ഹിന്ദു ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലും പരിചയപ്പെടുത്തപ്പെട്ട
ദൈവവും നമ്മുടെ ദൈവവും തമ്മിലുള്ള ദൈവത്തിൽ വന്ന വിശേഷത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇതൊക്കെ തുടർന്നു പഠിക്കാനുള്ള ഒരു സന്മനസ് നിങ്ങളിൽ ഉണ്ടാവണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഏതൊക്കെ ഹദീസ് മതത്തിന് പ്രമാണമാകണം എന്നൊക്കെ നമ്മളിപ്പം സംശയിച്ചുകൊണ്ട് ചോദ്യം ഉന്നയിച്ചുകൊണ്ടോ വിവാദം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ഇസ്ലാമിന്റെ കഴിഞ്ഞ ശത്രുക്കളായ ആൾക്കാരെ ഇസ്ലാമിനെ സംബന്ധിച്ച് നമ്മളെക്കാൾ അധികം പഠിക്കുകയാണ്. ഓറിയന്റലിസ്റ്റുകൾ അവര് പഠിക്കുന്നതും നമ്മളുടെ ഈ പഠനം തന്നെയാണ്. ഏതൊക്കെ ഹദീസാണ് ആധാരമാക്കാൻ പറ്റുക എന്നൊക്കെയാണ് അവരും പഠിക്കുന്നത്. പക്ഷെ അവര് പഠിക്കുന്നത് ഇസ്ലാമിനെ പ്രചരിപ്പിക്കാനും ശക്തിപ്പെടുത്താനും അല്ല. അവർ പഠിക്കുന്നത് എന്തിനാണ് എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഹദീസിനെ പൊളിക്കാൻ കഴിയുക എന്നാണ്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ പാകിസ്ഥാൻകാരനായ അഹമ്മദ് ബഹാവുദ്ദീൻ എന്ന് പറയുന്ന ഒരു കക്ഷി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം ഹദീസിന്റെ മുഹമ്മദ് നബിയുടെ അമാനുഷികത എന്ന് പറയുന്ന ഹദീസിനെ പുകഴ്ത്തി പറയുന്ന ഒരു കാര്യത്തെ ആധാരമാണ്, ഹദീസിന്റെ പ്രസക്തി എന്നതിനെ ആധാരമാക്കി ഒരു റിസർച്ച് നടത്തുകയുണ്ടായി. ഇദ്ദേഹം ഏറ്റവും നല്ല ഒരു തെറ്റിട്ട് ഇദ്ദേഹം അവതരിപ്പിച്ചപ്പോഴേ അദ്ദേഹം അഭിമാനപൂർവ്വം വൈവക്ക് ആദരായി. ഈ വൈവാവച്ചി എന്ന് പറഞ്ഞിട്ട് ഡിസീസ് തോന്നുന്നുണ്ട്, അതിനാദരായി. അങ്ങനെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാം, അതിനുമുമ്പ് ഒരു മുഖവര പറയാം. അങ്ങനെ ആ ഹാജരായപ്പോ ചോദിച്ചു, സാറേ നിഷേധിക്കാൻ പറ്റാത്ത തെളിവുകളെ എല്ലാം അദ്ദേഹം വിശദീകരിച്ചു. അങ്ങനെ വെച്ചപ്പോഴേ ആ വൈവാവോസിക്ക് പങ്കെടുത്ത ഒരുപാട് സദസ്, ആ സദസ്സിനൊന്നും തന്നെ അദ്ദേഹത്തിന്റെ വാദം നിഷേധിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വന്നു. അപ്പോഴേ പ്രൊഫസർ ഹെർസ് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇദ്ദേഹത്തിന്റെ വിദ്യത്തിന് അംഗീകാരം കൊടുക്കുകയാണെങ്കിൽ ഞാനത് കൊടുക്കാൻ പോകുന്നില്ല. എന്താണ് സാർ അങ്ങനെ പറയാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കറിയാമല്ലേ ഈ ഹദീസ് അദ്ദേഹം വളരെ ശുദ്ധമാണെന്നും കുറ്റമറ്റതാണെന്നും ഇസ്ലാമിന്റെ പ്രമാണമാക്കാൻ പറ്റിയതാണെന്നും പറയുന്നു. ഇരിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഈ ഹദീസ് ഉദ്ധരിച്ച ഏറ്റവും കൂടുതൽ ഹദീസ് ഉദ്ധരിച്ച കക്ഷി ഇതിൽ ആരാണ് ഇദ്ദേഹം രേഖപ്പെടുത്തിയത്? പറഞ്ഞു, അത് ആയിഷയാണ്, നബിയുടെ പത്നി ആയിഷയാണ്. ഒന്ന് അബ്ദുല്ലാഹിബ്നെ ഉമറാണ്, അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് ആണ്. ഇങ്ങനെ കുറച്ച് ആളുകളുടെ പേരൊക്കെ പറഞ്ഞു. ഇത്രയും പറഞ്ഞപ്പോൾ പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചല്ലേ ഈ ഹദീസിന്റെ വൈവ് നടത്താൻ പോകുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഖുർആനല്ലേ മുസ്ലിമീങ്ങളുടെ ഒന്നാമത്തെ പ്രമാണം? ആ പ്രമാണം അനുസരിച്ച് രണ്ട് സാക്ഷികളില്ലാത്ത സമയത്ത് അത് പ്രമാണമാക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ ആയിഷ എന്ന് പറയുന്ന നബി മരിക്കുമ്പോൾ 18 വയസ്സ് മാത്രം പ്രായമുള്ള ഈ സ്ത്രീ നമ്മുടെ ഭാഷയിൽ പക്വമതിയല്ല. ആ പെണ്ണ് പറഞ്ഞ 2000-ൽ പരം ഹദീസ് ഇസ്ലാമിന്റെ പ്രമാണമാക്കാൻ പറ്റുമെന്ന് ഇദ്ദേഹം സമർപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് നിരൂപിക്കാനൊന്നില്ലേ ചോദിച്ചു. രണ്ടാമത് ചോദിച്ചു, അബ്ദുല്ലാഹിബ്നു ഉമർ വാസ്തവത്തിൽ അയാളുടെ ഭാര്യയെ പരാതിപ്പെട്ടു. അന്നേരത്ത് ഉമറിനോട് പരാതിപ്പെട്ടു. ഉമർ ചോദിച്ചു, ഋതുമതിയായ പെണ്ണിനെ തൊലാക്ക് ചെല്ലിയാൽ തൊലാക്ക് പോവില്ല, തനിക്കത് അറിയാത്ത പൊട്ടത്തരമാണ് ചെയ്തത് എന്ന് ചോദിച്ചു. മാത്രമല്ല ഉമർ കുത്തേറ്റി കിടക്കുന്ന സമയത്ത് പറഞ്ഞു, നിങ്ങളുടെ മകൻ അബ്ദുള്ളയെ നമ്മൾ അടുത്ത ഹരീബിയാക്കിയാലോ എന്ന് പറഞ്ഞു. ഉമർ പറഞ്ഞു, സ്വന്തം ഭാര്യയെ തൊലാക്ക് ചെല്ലാൻ കഴിച്ചില്ലാത്ത, അതുപോലും പഠിക്കാത്ത ആ മടയനെയാണോ ലോകത്തിന്റെ ഹരീബിയാക്കാൻ നിങ്ങൾ എന്നോട് നിർദ്ദേശിക്കുന്നത്? ഇത് ഉമർ പറഞ്ഞില്ലേ? അങ്ങനെയുള്ള അബ്ദുല്ലാഹിബ്നു ഉമറല്ലേ എന്ന് പറഞ്ഞത്? അതാണോ നിങ്ങളുടെ പ്രമാണം? ഇങ്ങനെ ഇബ്നു അബ്ബാസിനെ കൊണ്ടുപോകുന്നു. ഇതെല്ലാം ഞാൻ പറയുമ്പോൾ നേരത്തെ നമ്മളുടെ ജബ്ബാർ സാഹിബ് പറഞ്ഞതുപോലെ ക്ഷമിക്കണം, ഞാൻ ഈ പരിപാടി സംഘടിപ്പിച്ചു തന്നെ ഇവിടെ ലോകത്ത് എന്തൊക്കെ നടക്കുന്നു എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ രീതിയിൽ ഇബ്നു അബ്ബാസിനെയും എല്ലാവരെയും എതിർത്തു. ഈ രീതിയിലുള്ള ഒരു പഠനത്തിന്റെ ലോകമാണ് ഇവിടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ദൈവം എന്ന സങ്കല്പം വളരെയധികം പ്രൊഫസർ സോക്രട്ടീസിന്റെ കാലത്ത് ഏറ്റവും വലിയൊരു വിവാദമുണ്ടാക്കിയ കാര്യമാണ് ജീവൻ എന്ന് പറയുന്നത്. എന്താണ് ജീവൻ? ഇതായിരുന്നു ചോദ്യം. ഇതിനെ സംബന്ധിച്ച് സോക്രട്ടീസ് വളരെയധികം അദ്ദേഹത്തോട് 1-2 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഒന്ന് ചോദിച്ചു, മനുഷ്യൻ എന്നാൽ എന്താണ്? ഇതിന് നിർവചനം പറയാമോ? അദ്ദേഹം പറഞ്ഞു, അൽ ഇൻസാൻ, കുറെ കാലം ചിന്തിച്ചിട്ട് പറഞ്ഞു, അൽ ഇൻസാനു ഹയവാനും എന്ന് പറഞ്ഞു. 2 കാലുള്ള ജീവിയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ശിഷ്യന്മാരുടെ ഒരാൾ ചോദിച്ചു, എന്ത് ചെയ്തു? ഒരു കോഴിയെ തൂവലൊക്കെ കഴിഞ്ഞിട്ട് കളഞ്ഞിട്ട് സോക്രട്ടീസിന്റെ മുന്നിൽ കൊണ്ടുപോയി, സാറേ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ ആ നിർവചനത്തിൽ തന്നെയാണോ മനുഷ്യനെ ഇന്നും നിങ്ങൾ നിർവചിക്കാൻ പോകുന്നത്? അങ്ങനെ എന്താ സംശയം? അദ്ദേഹം ഈ കോഴി ഞാൻ വിറ്റുവെച്ചു, ഇതാണോ മനുഷ്യൻ? ശരിയോ? അദ്ദേഹം പറഞ്ഞു, തെറ്റുപറ്റിയിട്ടുണ്ട്. അത് ഒന്നുകൂടെ പറയുന്നു,
കാര്യമുള്ള ജീവിയാണ്, അങ്ങനെ തിരിച്ചു വായിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം ആ അഭിപ്രായം പറഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ നിങ്ങൾ ഒന്നുകൂടെ ഈ മനുഷ്യന് നിർവചനം നന്നാക്കണം എന്ന് പറഞ്ഞപ്പോ പിന്നീട് അദ്ദേഹം പറഞ്ഞു, അൽ ഇൻസാനു ഹയവാനും നാസിക്കും, സംസാരിക്കുന്ന ഒരു മൃഗമാണ് മനുഷ്യൻ എന്ന് പറഞ്ഞു. ഇപ്പൊ ഇതൊക്കെ വിശദീകരിക്കുമ്പോൾ ഒരുപാട് പറയേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സോക്രട്ടീസ് മനുഷ്യന് കൊടുത്ത നിർവചനം സംസാരിക്കുന്ന മൃഗം എന്നാണ്. എന്ന് പറഞ്ഞാൽ സോക്രട്ടീസിന്റെ ഭാഷയിൽ ഈ ഭൂമിയിൽ മൃഗങ്ങളേ ഉള്ളൂ, മനുഷ്യൻ എന്ന് പറയുന്ന സാധനമില്ല. പക്ഷേ മൃഗത്തിനൊരു പ്രത്യേകതയുണ്ട്, സംസാരശേഷി ഉണ്ട്. അങ്ങനത്തെ മൃഗങ്ങളെയാണ് നമ്മൾ ഈ ലോകത്ത് ആദ്യം മനസ്സിലാക്കുന്നത്. അതാണ് നമ്മൾ കാണുന്ന ഈ ലോകം എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ സംസാരം. അതുകൊണ്ട് തന്നെ അങ്ങനെ അദ്ദേഹം പറഞ്ഞു. ഈ ഇംഗ്ലീഷുകാർ ഒന്നുകൂടെ വിശദീകരിച്ച് പറഞ്ഞു, മാൻ ഈസ് തിങ്കിങ് എനിമൽ, മനുഷ്യൻ എന്ന് പറയുന്നത് ചിന്തിക്കുന്ന മൃഗമാണ്. അപ്പോഴും പറഞ്ഞില്ല തിങ്കിങ് എനിമൽ, ചിന്തിക്കുന്ന മൃഗം. ഇത്രയും പറഞ്ഞപ്പോ മനുഷ്യൻ എന്നുള്ളത് എന്തല്ല, ഒരു മൃഗം എന്നതിൽ കവിഞ്ഞുള്ള ഒരു കാഴ്ചപ്പാട് ലോകത്തിലില്ല. പിന്നെ മനുഷ്യന് മനുഷ്യനായി കാണുന്ന ഏകമതം ഇസ്ലാമതമാണ്. ആ ഇസ്ലാം മതത്തിൽ അങ്ങനെ കാണാൻ പറ്റാനുള്ള കാരണം അതിന്റെ പ്രമാണം ഈ ഖുർആനായതുകൊണ്ടാണ്. അതുകൊണ്ട് ഇതിനെ വെച്ചുകൊണ്ട് ഇദ്ദേഹത്തോട് സോക്രട്ടീസിനോട് ചോദിച്ചത് ഞാൻ ആവർത്തിക്കുന്നു. രണ്ടാമത് അദ്ദേഹത്തോട് ചോദിച്ചു, സാറേ എന്താണ് ജീവൻ? ഇദ്ദേഹം പറഞ്ഞു, അതൊരു ചോദ്യമല്ലോ എന്ന് പറഞ്ഞു നിർത്തി. വീണ്ടും ഈ ചോദ്യം അല്ലാത്തത് കൊണ്ട് വലിയ പിന്നാലെ പോയില്ല. പിന്നീട് നമ്മളുടെ കാറൽ മാർക്സിന്റെ കാലം വന്നപ്പോഴേ ഇദ്ദേഹം വലിയ ബുദ്ധിജീവിയാണ്. 30 കൊല്ലം ഗവേഷണം നടത്തിയിട്ടാണ് കാറൽ മാർക്സ് പുതിയ ഒരു സിദ്ധാന്തം ലോകത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നത്. അദ്ദേഹം എല്ലാം ഭൗതികമായിട്ട് കാണാവൂ, അഭൗതികം എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു. അന്നേരത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല സാറേ ഇവിടെ മനുഷ്യന് കാണുന്ന ഈ ജീവന്റെ രഹസ്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു, എന്താണ് നിങ്ങൾ ചോദിക്കാൻ പോകുന്നത്? മനുഷ്യ ജീവല്ലേ ഉണ്ട്, അതിനതിന്റെ രഹസ്യം ചോദിക്കാൻ പോണോ? അതില്ലേ എന്ന് ചോദിച്ചു. വീണ്ടും പറഞ്ഞു, അങ്ങനെ പറയാൻ പറ്റില്ല സാറേ, ഇവിടെ കുറെ മതവിശ്വാസികളുണ്ട്, അവരും വേണ്ടി തൃപ്തിപ്പെടുത്ത ഒരു നിർവചനം പറയണം. പറഞ്ഞു, അല്ലോ ഒരു വാച്ച് അവരുടെ കഴിയുമ്പോഴേ ആ വാച്ച് നടക്കുന്നില്ലേ, എല്ലാം നടക്കാൻ കാരണം ആന്ന് പറഞ്ഞു. ഇതൊരു നടക്കാൻ കാരണം ആ വാച്ച് മേഖലയിലെ അസംബ്ലിംഗ് ഒക്കെ ക്ലിയർ ആക്കിയപ്പോ നടക്കുന്നു. ഇത് തന്നെ മനുഷ്യൻ ജീവനുണ്ടാകാനും കാരണം ഇതിന്റെ ഈ അസംബ്ലിംഗ് കൃത്യമായിട്ട് വേറെ ഉണ്ടായത് ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ അസംബ്ലിംഗിന് തകരാറ് വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ മറ്റു ഇത് തന്നെ. ഇത്രയും പറഞ്ഞു ഇത്രയും പറഞ്ഞ് ശിഷ്യൻ ഉസ്താദ് പറഞ്ഞതല്ലേ കുഴപ്പമില്ല, അത് ഞാൻ അഭിമാനത്തോടുകൂടി പറയാൻ തുടങ്ങി. പല വേറെ ചോദ്യം വന്നു പോട്ടെ. അപ്പൊ ഇത്രയും പറഞ്ഞപ്പോഴേ കാറൽ മാർക്സിനോട് പറഞ്ഞു, സാറേ ഇവിടെ ഈ മനുഷ്യന്മാർ ലോകത്ത് മരിക്കുമോന്ന്? ഇല്ല, മരിക്കില്ല. എന്താ കാരണം? അസംബ്ലിംഗ് നടത്തിയപ്പോലെ ശരീരത്തിന് ഏതെങ്കിലും ഭാഗത്തിന് തകരാറ് സംഭവിച്ചാൽ ഫിറ്റിങ് എന്ത് ചെയ്യണം? റീഫിറ്റ് നടത്തണം. ഇത്രയും നടത്തിയാൽ പിന്നെ അത് നടക്കുമല്ലോ, മരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ലോകാന്ത്യം വരെ, ലോകത്തിന് അന്ത്യം ഉണ്ടോ എന്നുള്ളത് വേറെ ചോദ്യം. അദ്ദേഹത്തിന്റെ ഭാഷയിൽ ലോകാന്ത്യം വരെ സാറ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമല്ലോ, എങ്ങനെ കമ്മ്യൂണിസ്റ്റ് ഞങ്ങളിവിടെ പ്രചരിപ്പിച്ചേക്കാം നിങ്ങളുടെ നേതൃത്വത്തിൽ എന്ന് പറയും. പക്ഷെ കാറൽ മാർക്സ് മരിച്ചതിന് ശേഷം മരിച്ചു കിടക്കുമ്പോ സാറെ എന്തിനു മരിച്ചു എന്ന് ചോദിച്ചിട്ട് കാര്യമാണ്, അയാൾ മരിച്ചു പോയിട്ടേ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചോദിച്ചു ഇതിന് പ്രസക്തിയില്ല. അപ്പൊ അതുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു സമീപനമാണ് ലോകത്തിന് ഇസ്ലാമിനെതിരെ എതിർക്കുന്ന ആളുകൾക്കുള്ള സമീപനം എന്ന് ഞാൻ ആദ്യമായിട്ട് തന്നെ പറയും. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഉള്ളൻ പരിചയപ്പെടുത്തിയിരിക്കുന്ന ഇത് എന്റെ സമയം വൈകിപ്പോയി. അതുകൊണ്ട് തന്നെ ഞാൻ വല്ലാതെ പോയാൽ നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നും. ഞാൻ 5 മിനിറ്റ് കൂടെ പറഞ്ഞേക്കാം. അല്ലാഹു നൂറു സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിസ്കാത്ത് ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ബിൽ സുജാജ അൽ സുജാജ كأنها كوكب دري يوقد من شجرة مباركة لا زيتون ولا شرقية تكاد زيتها يضيء ولو لم تمسسه نور على نور يهدي إلى رجل من يشاء كذلك يضل الله الأمثال للناس لعلهم يتذكرون. എന്ന് പറയുന്ന ഈ സൂറത്ത് നൂറിലെ ഇതിൽ പറയുന്നു, അല്ലാഹ് ആകാശ ഭൂമികളുടെ പ്രകാശമാണ്. നിങ്ങൾ നേരത്തെ കണ്ടില്ലേ, ഒരാൾ പറഞ്ഞു സൂര്യനെ പോലെയാണ് അല്ലാഹ്. ഇത് ബൈബിൾ പറയുന്നത്. ഇതാൽ അല്ലാഹു തആല ഇവിടെ പറയുന്നു ആകാശ ഭൂമികളുടെ പ്രകാശമാണ് അല്ലാഹ്. മസലു നൂരിഹി, അവന്റെ പ്രകാശത്തിന്റെ ഉപമ കമിസ്കാത്തിൻ, അതൊരു മാളം പോലെയാണ്. ഒരു ചുമരിന്റെ അകത്ത് കാണുന്ന ഒരു പൊത്ത് അതുപോലെയാണ്.
ആ പൊത്തുപോലെയല്ല, ആ പൊത്ത് നിങ്ങൾ ചിന്തിക്കൂ. എന്നിട്ട് ബാക്കി പറയട്ടെ. ആ പൊത്തുപോലെ ഈ പൊത്തിനകത്ത് ഒരു വിളക്ക് വെച്ചിരിക്കുക. അത് മിസ്ബാഹുജാദ. ഈ വിളക്ക് വെറുതെ അങ്ങ് വെച്ചതല്ല, അതൊരു ഗ്ലാസിന്റെ ഫ്രെയിമിന്റെ ഉള്ളിൽ വെച്ചിരിക്കുക. ആ ദുജാത കൗക്കവും ദുർരികൻ. ഈ സ്ഫടികക്കൂടാവട്ടെ സ്വയം പ്രകാശിക്കുന്ന സ്ഫടികക്കൂടാണ് എന്ന് പറഞ്ഞാൽ ചില കല്ലിന്റെ ഇരുട്ടത്ത് കൊണ്ടും പ്രകാശിക്കുമല്ലോ, അതുപോലെ ഇരുട്ടിൽ സ്വയം പ്രകാശമുള്ള സ്ഫടികക്കൂടാണ്. വളരെ അനുഗ്രഹീതമായ വൃക്ഷത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന എണ്ണയാണ് ഈ വിളക്കിനകത്ത് കത്തിക്കാൻ ഉപയോഗിക്കുന്നത്. ജൈത്തൂനത്തിൽ അഥവാ നിങ്ങൾക്ക് പരിചയമുള്ള ആ ഒലീവ് എണ്ണ. ചെറുപ്പയ്യത്തിന് വരാ വർദ്ധിക്കുക. ഈ മരം കിഴക്കോ പടിഞ്ഞാറോ ഭാഗങ്ങളിലേക്ക് തിരിഞ്ഞു നിന്ന് കിഴക്കോ പടിഞ്ഞാറോ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കുരുവിൽ നിന്ന് എടുക്കുന്ന എണ്ണയല്ല. കാരണം എന്താ? അപ്പോഴേക്കും അങ്ങനെ എടുക്കാൻ സാധ്യതയുണ്ട് കുരുവിന്റെ എണ്ണത്തിൽ. അതല്ല, ഇപ്പൊ നമ്മൾ പറയല്ലോ, ഇവിടെ തൈക്ക് പാകാൻ വേണ്ടിയിട്ട് ഇന്ന പ്രായത്തിലുള്ള ഇന്ന ഭാഗത്തുള്ള നാളികേരം എടുക്കണം, തെക്കൻ വെയിൽ തട്ടരുത് അല്ലെങ്കിൽ വടക്കൻ വെയിൽ തട്ടരുത് എന്നൊക്കെ പറയേ. അതുപോലെ കിഴക്കോ പടിഞ്ഞാറോ ഭാഗത്തുള്ള വെയിൽ തട്ടാത്ത നല്ല ഗുരു അതിന് തന്നെ ഈ പറയുന്ന എണ്ണയും ഈ പറയുന്ന സ്ഫടികത്തിന്റെ പ്രകാശവും ഇതെല്ലാം ഉള്ളത് കൊണ്ട് ആ എണ്ണ സ്വയം പ്രകാശിക്കുന്നുണ്ട്. ഓരോരോ തോന്നില്ല. ഇനി നിങ്ങൾ അതിന് തീയെത്തിക്കണ്ട. എന്നാൽ തീയും കൂടി കത്തിച്ചാലോ നൂറ് അത് പ്രകാശത്തിന് ഒരു പ്രകാശമാണ്. എന്നിട്ട് കൂടാൻ തുടങ്ങുകയാണ്. അത് ഉദ്ദേശിച്ചവരെ ആ പ്രകാശത്തിലേക്ക് അവൻ നയിക്കുന്നു എന്ന് പറയും. ഇവിടെ എനിക്ക് പറയാനുള്ളത്, അള്ളാഹുത്താല മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴേ മനുഷ്യന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറയണം, അദ്ദേഹം 10 ഇന്ദ്രിയങ്ങളൊക്കെ പറഞ്ഞിട്ട് വിശദീകരിക്കാത്തതുകൊണ്ട് എനിക്ക് അത് എടുത്തു പറയാൻ പറ്റില്ല. ഞങ്ങളൊക്കെ പഠിച്ചിരിക്കുന്ന ഹവാസു സംസ്ഥാനാണ്, പഞ്ചേന്ദ്രിയം എന്നാണ് പറയാറുള്ളത്. അപ്പൊ ആ അടിസ്ഥാനത്തിൽ പറയട്ടെ, മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളെ നമുക്കെടുക്കാം. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴേ അള്ളാഹുത്താല കാര്യബോധം മനുഷ്യനിൽ ഉറപ്പിക്കാൻ വേണ്ടി പഞ്ചേന്ദ്രിയങ്ങളെ കൊടുത്തിരിക്കുക. ഇപ്പൊ ഉദാഹരണത്തിനായിട്ട് ഞാൻ ഇരുട്ടത്ത് ഒരു കയറ് കാണുന്നു അല്ലെങ്കിൽ ഒരു സാധനം കാണുന്നു, എനിക്ക് തോന്നിപ്പോയി അത് പാമ്പാണോ. അപ്പോഴത് പാമ്പാണോ അല്ലേ എന്ന് ഉറപ്പുവരുത്താൻ ഞാൻ അതെന്റെ കൈ കൊണ്ട് പിടിക്കുന്നു. അത് പിടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഒരു റബ്ബറിന്റെ കഷ്ണമാണ് എന്ന് മനസ്സിലായി, പാമ്പല്ലാന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഞാനൊരു വായക്ക കണ്ടു, അത് നിറം കണ്ടപ്പോ പച്ചയാണ്. ഇപ്പൊ നമ്മൾ റോബസ്റ്റ് വായക്ക കണ്ടത്, ഇതൊക്കെ പഴുത്തുന്നതെന്ന് ഇപ്പം മനസ്സിലാവും. പഴയ കാലത്തൊന്നും എന്നെ ബോധവർക്ക് മനസ്സിലാവില്ല, പഴുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഓ കാശിന് ഞാൻ വാങ്ങിക്കുന്നത് പഴുത്തതാ, നിങ്ങൾ ഈ 10 ഇഞ്ചിപ്പം വേണ്ട, കൂട്ടാമത്തേനല്ല തിന്നാ എന്ന് ഞാൻ പറയും. അപ്പൊ ഇയാൾ പറയും അല്ലല്ല അത് പഴുത്തു തന്നെയാണ്. ഇനി എനിക്ക് അത് പഴുത്തുക്കണോ അല്ലേന്ന് അറിയണമെങ്കിൽ വായിൽ ഇട്ടുകാണ്ട് തിന്നണം. അപ്പൊ എനിക്ക് മനസ്സിലായല്ലോ. ഇതുപോലെ നമ്മൾ ഒരു കാര്യം ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും മനസ്സിലാക്കാനുള്ള ബോധം നമ്മളുടെ സൃഷ്ടിദത്തമായ ഒരു കഴിവായിട്ട് അള്ളാഹുവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്ന ബോധം മാത്രം മതിയോ നമ്മൾക്ക് കാര്യബോധം ഉറപ്പിക്കാൻ? പറ്റില്ല. കാരണം ചില സമയത്ത് നമ്മളുടെ ഈ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം ശരിയാവണമെന്നില്ല. ഉദാഹരണം, ഞാൻ ഈ വല്ലപ്പോഴും ഒരു പാമ്പിനെ കണ്ട് പേടിച്ച മനുഷ്യനാണ്. അങ്ങനെ ഞാൻ ഈ ഇരുട്ടത്ത് പോകുമ്പോ എന്റെ മുന്നിൽ ഒരു കയറ് കണ്ടാൽ ഞാൻ അപ്പച്ചാടുന്ന ഈ പാമ്പെന്ന് ഉറപ്പിക്കാൻ ചാടും. അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും ഒരു സാധനം വായിലിട്ടിട്ട് പറയും ഇത് എന്ത് കഴിപ്പ്, ഇതല്ല പഞ്ചസാര വായിലിട്ട് ഞാൻ പറയും. അല്ലെങ്കിൽ മധുരമുള്ള ചായ കുടിച്ചിട്ട് ഞാൻ പറയും ഇതിന് തീരെ മധുരമില്ല, മധുരം കിട്ടേ ഇല്ലാന്ന്. അല്ലെങ്കിൽ പഞ്ചസാര ഇട്ടിട്ട് ഞാൻ പറയും ഓ ഇതെന്തോ ഈ പഞ്ചസാര കൂടുതൽ കാണിത് മധുരമില്ലാന്ന് പറയും. എന്ന് പറഞ്ഞാൽ പഞ്ചസാരക്ക് മധുരമില്ലാഞ്ഞിട്ടാണോ? അല്ല, എന്റെ അവയവം ശരിയായ പ്രവർത്തനം നടത്താത്തത് കൊണ്ടാണ്. ഇതുപോലെ മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് തകരാറ് സംഭവിക്കോ? അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ആ പഞ്ചേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ പരശുതമ്പുരാൻ മനുഷ്യന് ബുദ്ധി കൊടുത്തിരിക്കുക. ഇത്രയുമായാൽ ബുദ്ധിക്ക് തകരാറ് പറ്റില്ല എന്നാണോ അർത്ഥം? അല്ല, മനുഷ്യബുദ്ധിക്ക് തകരാറ് സംഭവിക്കും. അങ്ങനെ സംഭവിച്ചാൽ ഒരു വലിയ പണ്ഡിതൻ, ആ പണ്ഡിതന് ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചാൽ നിങ്ങൾ പറയോ അയാൾക്ക് ബുദ്ധിക്ക് ചേകതുപോലെ ബുദ്ധി വെച്ചത്? അയാൾക്ക് ബുദ്ധിക്ക് തകരാറ് പറ്റി. പക്ഷെ മനുഷ്യൻ എന്ന് പറഞ്ഞ് തൽപര വ്യക്തികൾ പറഞ്ഞു അയാൾ അസാമാന്യ ബുദ്ധിജീവിയാണ്, മഹാപണ്ഡിതനാണ് എന്നും പറഞ്ഞ് അയാൾ പിന്നാലെ കൂടി. ഇത്രയും പറഞ്ഞപ്പോ അയാളെ എന്ത് ചെയ്തോ? അയാൾ ജനം ഇങ്ങനെ പുകഴ്ത്തല്ലേ. അപ്പൊ പറഞ്ഞു ആ ഞാൻ പണ്ഡിതൻ തന്നെയാണ് അയാൾ പറഞ്ഞു. ഇത്രയും പറഞ്ഞ് അയാൾ
അങ്ങനെ നടക്കാൻ തുടങ്ങി. അപ്പൊ പറഞ്ഞു ഈ മഹാമാൻ പണ്ഡിതനെ തോൽപ്പിക്കാൻ പറ്റുമോ? പിന്നെ അടുത്ത ചോദ്യം ഇല്ല. എന്നാ തോൽപ്പിക്കണമെങ്കിൽ ഈ ലോകത്തിന്റെ മുമ്പിൽ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് എനിക്ക് ജീവിക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗമുള്ളൂ. എന്താ മാർഗം അറിയാം? എനിക്കുള്ള മാർഗം ഇന്ന് കാണുന്ന അതിൽ 100% തെറ്റാണെന്ന് പറയാം. രണ്ടാമത്, ഇന്ന് ഈ കാണുന്ന ഖുർആനിൽ ഒരുപാട് അപാകത ഉണ്ടെന്ന് പറയാം. നിങ്ങൾ ഓരോമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ വലിയ പ്രശ്നം ഖുർആൻ ഓതിയാൽ പുണ്യുണ്ടോ പുണ്യമില്ലേ എന്നുള്ള സംഭവം നമ്മളെ വിഷയമാണ്. ഇവിടെ ലോകമെടുക്കാവുന്ന അറിയാം. മുഹമ്മദ് അള്ളാഹു മനുഷ്യൻ ചോദിക്കുകയാണ്, നിങ്ങൾ ക്ഷമിച്ചിരിക്കണം, ഇത് മനസ്സിലാക്കണ്ട. അതായത് നിങ്ങളുടെ മുമ്പിൽ ഞാനിത് ആഴത്തിലങ്ങ് പറഞ്ഞാണല്ലോ 3 മണിക്കൂർ പറയാൻ നിശ്ചയുണ്ട്. പക്ഷേ എന്നപ്പോ നിങ്ങൾക്കത് പറയാൻ നിങ്ങൾ ക്ഷണിച്ചിട്ടില്ലാത്തതുകൊണ്ട്, പക്ഷെ അധ്യക്ഷരായതുകൊണ്ട് കുറച്ചൊന്നും പറയണ്ടേ. അപ്പോ ഇവിടുത്തെ സംശയം എന്താ അറിയും? ഇവിടുത്തെ സംശയം ഇവിടെ ഈ വചനം അള്ളാന്റെ വചനാണെന്ന് നിങ്ങൾ പറയുന്നു അല്ലെ? അള്ളാന്റെ വചനാണെന്ന് വെച്ചാൽ അല്ലാഹു തആലാന്റെ വചനത്തിന് മനുഷ്യബുദ്ധിക്ക് രൂപപ്പെടുത്താൻ പറ്റുന്ന എന്തെങ്കിലും സ്വഭാവമുണ്ടോ? അള്ളാഹിനെ പോലെ ഒന്നുമില്ല. അല്ലാഹു തആല സംസാരിക്കുന്നവനാണ് അല്ലെ? അല്ലാഹു തആലാക്ക് സംസാരിക്കുന്നവനാണെങ്കിൽ സംസാരത്തിന് കലാമുണ്ട്, ഭാഷണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ അള്ളാന്റെ ഭാഷയാണോ ഇത്? അള്ളാന്റെ ഭാഷയെ വെച്ചെങ്ങനെ മുഹമ്മദ് നബി പറയാം? ഇത് മുഹമ്മദ് നബിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ മുഹമ്മദ് നബിക്ക് പറയാം, കാരണം മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഭാഷയെ പഠിക്കേണ്ട ഭാഷ. അപ്പൊ പിന്നെ മുഹമ്മദ് നബിക്ക് പറയാൻ നിന്റെ വിശ്വാസം നമ്മുടെ വിശ്വാസം അല്ല പറയുന്നത്, ലോകത്തിന്റെ ജോലിയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഭാഷ മുഹമ്മദ് നബി ഉണ്ടാക്കിയ ഭാഷയാണ്. നേരത്തെ അദ്ദേഹം പറഞ്ഞില്ലേ, മുഹമ്മദ് ഒഴുകിയിരുന്ന ആ ഗ്രന്ഥം ധരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? ലോകത്തിന്റെ അഭിപ്രായമാണത്, ഒരു യൂണിവേഴ്സിറ്റികളുടെ അഭിപ്രായമാണത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഖുർആൻ എന്തല്ല, അത് ദൈവത്തിന്റെ വചനമല്ല, അത് ദൈവം ഇങ്ങനെ തോന്നിപ്പിച്ചതാണ്. ആർക്ക്? മുഹമ്മദ് നബിക്ക്. ഇതുപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് തോന്നി, ഞാൻ എന്റെ കുട്ടിനെ പറക്കണം. ഇബ്രാഹിം നബി കുട്ടിയോട് പറഞ്ഞു, കുട്ടിയോട് പറയാം, ഞാൻ നിന്നെ അറക്കും. ഇങ്ങനെ തോന്നി. മൂസാ നബിന്റെ ഉമ്മാക്ക് തോന്നി, ഈ കുട്ടിനെ ഞാൻ അവിടെ കൊണ്ടുവരണം, ഇവിടെ കാരണം ഇങ്ങനെ തോന്നി. ഈ രീതിയിൽ മുഹമ്മദ് നബിക്ക് ഇങ്ങനെ തോന്നി, ഞാൻ ഇങ്ങനെ പറയണം, അങ്ങനെ പറയണം. ഈ തോന്നലാണ് ഇത് എന്ന് പറയുന്ന ഈ കാഴ്ചപ്പാടാണ് ആർക്കുള്ളത്? ഈ പറയുന്ന ലോകത്തിലുള്ളത്. അതാണ് മോഡേൺ ഏജ് എന്ന് പറയുന്നത്. അത് ഒരുപാട് വിശദീകരിക്കണം. അങ്ങനെയുള്ള മോഡേൺ ഏജ് നിങ്ങൾക്ക് മൗലവി എന്താണോ തരേണ്ടത് അത് ഞങ്ങളങ്ങ് തന്നേക്കാം, നിങ്ങൾ ഇതിലൊന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞത്. ആ കുഴപ്പമില്ല, ഞാനത് പറഞ്ഞേക്കാം എന്നും പറഞ്ഞ അദ്ദേഹം പറഞ്ഞതാണോ അത്? അല്ല, അത് പറഞ്ഞത് അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിച്ചതാ. അങ്ങനെ പറയിപ്പിച്ചപ്പോ എന്ത് സംഭവിച്ചു? അയാളെ ബുദ്ധിക്ക് ഈ പറയുന്ന പാട്ട് പറ്റി. ഇതുപോലെ ഏത് ബുദ്ധിക്കും പാട്ട് പറ്റുമോ ആ പാട്ട്. കാരണം കയറ് കണ്ട് പാമ്പാണെന്ന് തോന്നിയ, കായത്തിന് വേണ്ടി മതത്തെ എന്തുമാക്കാനെന്ന് തോന്നിയ, സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മതം വെക്കാനെന്ന് തോന്നിയ ഈ പാട്ടുകൾ സംഭവിക്കുമ്പോൾ നിങ്ങൾക്കൊരു ആധികാരിക രേഖ വേണം. ആ രേഖയാണ് പരിശുദ്ധ ഖുർആൻ. അതിന് നിങ്ങൾക്ക് സൃഷ്ടിപരമായി തന്നെ ദൈവത്തെ കാണാനുള്ള സൃഷ്ടിപ്പ് ഞാൻ നൽകിയിട്ടുണ്ട്. അതിന് ഖുർആൻ പറയുന്ന ചിത്രത്തുള്ള അല്ല ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ ദൈവം നൽകിയ സൃഷ്ടിപ്പ്. ആ സൃഷ്ടിപ്പിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. വേറെ സ്ഥലത്ത് പറയുന്നു സിബുഹത്തല്ല, അള്ള നൽകിയ ചായം. അള്ളാനെക്കാട്ടിലും നല്ല ചായം നൽകാൻ ആർക്ക് ശക്തിയുണ്ട്? ഇതൊക്കെ പറയുന്നു. അങ്ങനെയുള്ള ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ വാദഗതികൾക്ക് ഒരുപാട് മറുപടി പറയേണ്ടതുണ്ട്. ഒരുപാട് വീഴ്ചകൾ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല. അള്ളാഹ് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മറുപടി പറയാൻ പറ്റാത്ത ഒരു കോത്താന്തിയാണെന്ന് ഈ ഉമ്മറോട് തോന്നിയിട്ടുമില്ല. പക്ഷെ അതിന് നിങ്ങളെ എന്ത് ചെയ്യണമെന്നറിയോ? എനിക്ക് വേണ്ടിയിട്ട് ഒരു സമയം തരണം. ആ സമയം ഇന്ന് പറ്റില്ല, പണി 2 കഴിഞ്ഞു. നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ അനുവദിക്കുമെങ്കിൽ ഈ ജബ്ബാർ സാഹിബ് വരട്ടെ, ഖുർആനും ദൈവവും എന്താണെന്ന് ഞാൻ അതിന് പഠിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്കത് സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് ഞാനിപ്പോ പ്രവേശിക്കുന്നില്ല. സമയം വൈകിയതുകൊണ്ട് ഞാൻ നിർത്താൻ പോവുകയാണ്. ഇങ്ങനെ ഈ പരിപാടി സംഘടിപ്പിക്കാനുണ്ടായിട്ടുള്ള കാരണം ഇവിടുത്തെ കുറെ ആളുകളെ നമ്മൾ പറയുന്നത് മാത്രം അതിന്റെ അപ്പുറത്തേക്ക് രോഗമല്ല എന്ന ഒരു തോന്നൽ